Once again, welcome to the session, everyone. So we will be starting formally with our paper AAA. So നമ്മുടെ AAA എന്ന് പറയുന്ന പേപ്പറിന്റെ മാരത്തൺ സെഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. So basically, it's not just a marathon session, as we informed prior. It will be a combination of revision and marathon. So as part of the first day of this session, we will be focusing more on revision part. നമ്മളപ്പോൾ കൂടുതലും ഇന്ന് ടോപ്പിക്സ് റിവൈസ് ചെയ്തിട്ട് from the next day onwards, we will be starting with the question practice area. And we'll be practicing the latest questions which are available in our 2023-24 revision kits. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ കൂടുതലും ചെയ്യുന്നുണ്ടാവുക റിവിഷൻ ആയിരിക്കും. സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ടുമോറോ സെഷൻ. ആൻഡ് നാളത്തെ സെഷനിൽ വിൽ ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ നമ്മുടെ ടോട്ടൽ സിലബസ് ഏരിയനെ കുറിച്ച് പറയുന്ന സമയത്ത് വെൽ വി നോ ദാറ്റ് വി ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദ സിലബസ്. ഐ ബിലീവ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പോൾ ട്രിപ്പിളയുടെ ഏരിയാസിലൂടെ പോയിട്ടുണ്ടാവാം, സിൻസ് നമ്മുടെ എക്സാം ഇസ് ദെയർ ഇൻ 2 weeks. ആൻഡ് in total, namakariam, we have got 150 mark question and 225 marks question. And when it comes to the 50 marks question specifically, 50 marks in the endakeyana nammude eduthu choikkunna ennallathu namukku already ariyam. Seriyalle? So one question will be from the area of risk. Risk ne base ചെയ്തിട്ടായിരിക്കും ഒരു question വരുന്നുണ്ടാവുക. റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഏതൊക്കെ റിസ്ക് നമുക്ക് വരാറുള്ളത്? നമുക്ക് ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ? ഓഡിറ്റ് റിസ്ക്, പിന്നെ ഏതൊക്കെയായിരുന്നു? Business risk. Definitely, there will be area of business risk. Risk of material misstatement. Risk of material misstatements in the area ennulla questions undavu. Okay, risk of material misstatements undavu. And specifically when it comes to the area of risk of material misstatement with എന്തും ചോദിക്കാറുണ്ട്? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും ചോദിക്കാറുണ്ട് അല്ലേ? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളോട് ഓഡിറ്റ് റിസ്ക് ചോദിക്കാം, ബിസിനസ് റിസ്ക് ചോദിക്കാം, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചോദിക്കാം. ഈ ഏത് ഏരിയ എന്ന് വേണമെങ്കിലും റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം. രണ്ടാമതായിട്ട് നമ്മളോട് ചോദിക്കാറുള്ള മെയിൻ ഏരിയ ഏതായിരുന്നു? മറന്നോ? ഏതായിരുന്നു രണ്ടാമതായിട്ട് ചോദിക്കാറുള്ള മെയിൻ ഏരിയ? എത്തിക്സ് നമുക്ക് ചോദിക്കാം. യെസ്, പ്രൊസീജിയേഴ്സ് ആണ് രണ്ടാമത് മെയിൻലി ചോദിക്കാറുള്ളത് അല്ലേ? there will be questions from the area of audit procedures. Then മൂന്നാമതായിട്ട് നമ്മളോട് റയർ ആയിട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്. ഇപ്പം റീസെന്റ് കുറച്ച് നാളായിട്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച ടോപ്പിക് ആയിരുന്നു ഏത്? അഡീഷണൽ ഇൻഫർമേഷൻ അല്ലേ? ഓക്കെ, നമ്മളോട് ചിലപ്പോൾ മാത്രം ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അഡീഷണൽ ഇൻഫർമേഷൻസ്. ആൻഡ് ഫൈനലി ഡെഫിനറ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ദ ഏരിയ ഓഫ് എത്തിക്സ്. സോ ഇത്ര ഏരിയക്കകത്തുനിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക 50 മാർക്സിന്റെ ഏരിയയിൽ വന്നു കഴിയുമ്പോൾ ഇത്തരം. ആൻഡ് ബേസിക്കലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് 25 മാർക്സ്, 25 മാർക്സിന്റെ ഏരിയയിൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതായത് 125 മാർക്സ് ക്വസ്റ്റ്യൻ വിൽ ബി ഫ്രം ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ് അല്ലേ? റിപ്പോർട്ടിങ്ങിന്റെ ഏരിയ എന്നായിരിക്കും ഒരു 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. റിപ്പോർട്ടിംഗ് തന്നെ നമുക്ക് ഏത് കാറ്റഗറി വേണേലും ആവാം. അതായത് ഇറ്റ് ക്യാൻ ബി ചാൻസസ് ഹാവിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയ ഓഫ് മാറ്റേഴ്സ് ആൻഡ് ഏതൊക്കെയായിരുന്നു? ഫർദർ ആക്ഷൻസ്. രണ്ടാമത് ഏതായിരുന്നു ചോദിക്കുക? മാറ്റേഴ്സ് ആൻഡ് Discussion with management. Exactly. Discussion with the management വരാം. പിന്നെ മാനേജ്മെന്റ് ഓർ ദോസ് ചാർജ് വിത്ത് ഗവർണൻസും റെയർ കേസിൽ ചോദിക്കാം അല്ലേ? പിന്നെ വേറെന്താ? മാറ്റേഴ്സ് ആൻഡ് further procedures ചോദിക്കാം. Then matters and ഏതാ? Audit evidence. Yes, most important area, that is audit evidence ചോദിക്കാം. സോ ഇത്രയായിരുന്നു മാറ്റേഴ്സ് ടു ബി കൺസേൺഡ് പാർട്ട് എന്ന് ചോദിക്കുന്നത്. സോ ഈ കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റൻ ആവാം. അല്ലെങ്കിൽ നമുക്ക് എന്തിനെ ബേസ് ചെയ്തും ക്വസ്റ്റൻ വരാം? ക്രിട്ടിക്കൽ അപ്രൈസലിനെ ബേസ് ചെയ്തും ക്വസ്റ്റൻസ് വരാം. ഒന്നെങ്കിൽ അത് ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് എന്തായിരിക്കാം? ഓഡിറ്റ് റിപ്പോർട്ട് ആയിരിക്കാം. അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ കേസ് നമ്മളോട് ചോദിക്കാറുള്ള എന്താ? ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് PFI എൻഗേജ്മെന്റ് ആവാം ചോദിക്കുക. സോ ഇതായിരുന്നു നമ്മളോട് മെയിൻലി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ടിംഗിന്റെ ഏരിയ എന്ന്. ഇനി നമുക്ക് രണ്ടാമത് ചോദിക്കാൻ ചാൻസ് ഉള്ള 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ അതർ അസൈൻമെന്റ്സിന്റെ ഏരിയ എന്നായിരിക്കാം ക്വസ്റ്റ്യൻ വരിക. അല്ലെങ്കിലോ അത് എൻഗേജ്മെന്റ്സിന്റെ കേസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക അല്ലെ? അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയ ഓഫ് ഗോയിങ് കൺസേൺ അല്ലെ? ഓർമ്മയുണ്ടല്ലോ, ഗോയിങ് കൺസേണിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആവാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവാം KPIയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവാം. അതുമല്ലെങ്കിൽ നമുക്ക് ഡ്യൂ ഡെലിജൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളോട് ചോദിക്കാറുള്ള എന്താ? മണി ലോണ്ടറിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്.
ഫ്രോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. മേ ബി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കാറുള്ള മെയിൻ ഏരിയാസ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഏരിയാസിനെ ബേസ് ചെയ്തിട്ടാണ്. വെൽ, സെക്കൻഡ് പാർട്ടിന്റെ അതെന്ന് പറഞ്ഞാൽ കുറേ ലിസ്റ്റ് ഉണ്ട്. സോ വിൽ ലുക്ക് ഇൻ ടു ദ ഏരിയാസ് ഡീപ്പർ ഇൻ ദ കമ്മിങ് സെഷൻസ്. അപ്പൊ നമ്മൾ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് മെയിൻലി ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ ഏരിയാസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഓരോ ഏരിയാസിലും ഫോക്കസ് ചെയ്യും. ഓരോ ഏരിയാസിലും ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ഇന്ന് പ്രോപ്പർലി റിവൈസ് ചെയ്യും. ആൻഡ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഓൺലി ദ ഏരിയ ഓഫ് 50 മാർക്സ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇന്നത്തെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഫുള്ളി റിവൈസ് ചെയ്തതിനു ശേഷം ആൻഡ് ഇൻ ടുമോറോ സെഷൻ വി വിൽ ബി പ്രാക്ടീസിങ് എ ഫുൾ ഫ്ലെഡ്ജ് ക്വസ്റ്റ്യൻ ഫ്രം ദ ഏരിയ ഓഫ് 50 മാർക്ക്. ആൻഡ് അതിനുശേഷം വിൽ ബി ഫോക്കസിങ് ഓൺ ദ ഏരിയ ഓഫ് 25 മാർക്സ്. പക്ഷെ 25 മാർക്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോരോ ഏരിയാസ് പഠിച്ച് കറസ്പോണ്ടിംഗ്ലി നമ്മൾ ക്വസ്റ്റ്യൻസും ചെയ്തായിരിക്കും പോകുന്നുണ്ടാവുക. സോ ലിറ്ററലി ഓൾ ദിസ് 5 days വിൽ ബി properly revising all the core areas of our syllabus, and in addition to that we will also be practicing the most latest available questions from each of these areas. നമുക്കറിയാം കുറച്ച് ഏരിയാസ് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദിസ് ഏരിയ. നമുക്ക് അഡ്വർടൈസ്മെന്റിന്റെ ഒക്കെ ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ റിവിഷൻ കിറ്റിൽ, വിച്ച് വി ഹാവ് ഓൾറെഡി ഡൺ ഇൻ ദ ക്ലാസ്, ബട്ട് സ്റ്റിൽ വി വിൽ റിവൈസ് ദ സെയിം ക്വസ്റ്റ്യൻ അഗെയിൻ. ആൻഡ് ഫോർ those areas where there are sufficient questions like the area of matters to be considered and audit evidence especially and the risk, we will be practicing the latest questions. Okay, so let's start with the area. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ today we will be focusing on the area of audit risk, business risk, risk of material misstatement with analytical procedures, audit procedures, additional information and ethics. So first of all, starting with the area of audit risk. എന്തായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്തായിരുന്നു മക്കളെ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാല്? വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് റിസ്ക്? പറ. ഇറ്റ്സ് എ റിസ്ക് ഓഫ് ഗിവിംഗ് ആൻ inappropriate opinion on the financial statements അല്ലെ. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മളൊരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് as ഓഡിറ്റ് റിസ്ക്. അപ്പൊ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസ് ആയിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് പറയാം. ആൻഡ് ഓഡിറ്റ് റിസ്കിന്റെ അകത്ത് 3 കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഓക്കെ, പറയൂ. ഇൻഹെറന്റ് റിസ്ക് വരും. ഓക്കെ, കൺട്രോൾ റിസ്ക് വരും. Detection risk. ഓക്കെ, there will also be possibility of having detection risk. ആൻഡ് ഈ 3 റിസ്ക് കൂടെ വരുമ്പോഴായിരുന്നു we will call it as audit risk അല്ലേ. ആൻഡ് നമുക്കറിയാം, പക്ഷേ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വരുന്നത്? Inherent risk and control risk. എക്സാക്ട്ലി. അവിടെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക് മാത്രമേ എവിടെ വരത്തുള്ളൂ? വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് അവിടെ വരത്തുള്ളൂ. ആൻഡ് ദാറ്റ് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് റിസ്ക് ആൻഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ശരിയല്ലേ? അപ്പൊ നമ്മളോട് എക്സാമിന് ചോദിക്കുന്നുണ്ടാവും, ഒന്നെങ്കിൽ ഓഡിറ്റ് റിസ്ക് ആയിരിക്കും അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പം ഓഡിറ്റ് റിസ്ക് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗിവ് ആൻസർ ഫോർ ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും മാത്രം എഴുതിയാൽ മതി, ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ച് എഴുതണ്ട. വെൽ, എന്താണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലിയർലി പഠിച്ചതായിരുന്നു AA-ക്കകത്തും AAA-ക്കകത്തും. ആസ് എൻ ഓഡിറ്റർ, നമ്മളൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മേലെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് കാരണം കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് as ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ ഓഡിറ്ററായി നമ്മൾ ചെയ്ത ഒരു പ്രൊസീജിയർ വഴി FSനകത്തുള്ള മിസ്റ്റേക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെ മാത്രമേ നമ്മൾ ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ക്ലയന്റിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണെന്ന് പറയാണ്. സോ വെൻ വി ആർ ഓഡിറ്റിംഗ് എ ന്യൂ ക്ലയന്റ്, there can be chances that we might not be familiar with the client's accounting policies, transactions and balances. Therefore, in case of a mistake in the financial statement, it might not be identified by the auditor. So that might result in a detection risk. അപ്പൊ FSന്റെ അകത്തുള്ള ഒരു മിസ്റ്റേക്ക് അത് ഓഡിറ്ററായി നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് as ഡിറ്റക്ഷൻ റിസ്ക്. അപ്പൊ ഈ ഡിറ്റക്ഷൻ റിസ്ക് നമ്മൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്ന സമയത്ത് എഴുതണ്ട. സോ ദാറ്റ്സ് എ കോർ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് റിസ്ക് ആൻഡ് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. അപ്പം എല്ലാവരും പല സിറ്റുവേഷനിലും ചെയ്യാറുള്ള അബദ്ധമാണ് ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിക്കാതെ ഇറസ്പെക്റ്റീവ് ഓഫ് കൺസിഡറിങ് വെദർ ഇറ്റ്സ് ഓഡിറ്റ് റിസ്ക് ഓഫ് ഓർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് നേരെ കൊണ്ട് ആൻസർ ചെയ്ത് വെക്കും.
നിങ്ങളോട് ഇൻ കേസ് അങ്ങനെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ആണ് ചോദിക്കുന്നത്, ആൻഡ് ഇൻ ദാറ്റ് കേസ് ഇഫ് യു ഗിവിംഗ് പോയിന്റ്സ് ഫോർ ഡിറ്റക്ഷൻ റിസ്ക്, യു വോണ്ട് ഗെറ്റ് എനി മാർക്ക് ഫോർ ദ ഡിറ്റക്ഷൻ റിസ്ക് റിലേറ്റഡ് പോയിന്റ്സ്. അപ്പൊ അൺനെസസറിലി നമ്മുടെ അത്രയും ടൈം വേസ്റ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിച്ച് നോക്കുക. ഓഡിറ്റ് റിസ്ക് ആണോ ചോദിച്ചേക്കുന്നത്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ആണോ നോക്കുക, എന്നിട്ട് മാത്രമേ ആൻസർ എഴുതാവുള്ളൂ. ഓക്കെ, ക്ലിയർ? യാ. ഇനി ഓഡിറ്റ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് there can be chances that ഒന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എക്സാമിനർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക, there can also be chances that you might be getting a question on audit risk without accounting treatment. Okay, audit risk without accounting treatment നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാം. സോ either way നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. സപ്പോസ് കൺസിഡർ ദാറ്റ് നിങ്ങളുടെ അടുത്ത് എക്സാമിനർ ചോദിക്കുന്നത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ഇൻ കേസ് ഞാനും ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യമേ കാര്യം മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. അതായത് സിനാരിയോക്കകത്ത് നിങ്ങളോട് പറയുന്നുണ്ട് കമ്പനി ഒരു റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു, റവന്യൂവിന്റെ എമൗണ്ട് 10 മില്യൺ ആണ്. അതിന് 10 മില്യൺ റവന്യൂ കമ്പനി റെക്കോർഡ് ചെയ്തേക്കുന്നതിന്റെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അല്ലെങ്കിൽ മറ്റൊരു ഡീറ്റെയിൽഡ് എക്സാമ്പിൾ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. നമ്മളോട് പറയാണ് ഒരു കമ്പനി ഒരു കസ്റ്റമറുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു. ആ കോൺട്രാക്ട് പ്രകാരം കസ്റ്റമറിന്റെ വെയർ ഹൗസിൽ കമ്പനി പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ആ ഡെലിവറി നടത്തിയിട്ടില്ല. കമ്പനി തേർഡ് പാർട്ടി വെയർ ഹൗസിലേക്കാണ് ഡെലിവറി ചെയ്തേക്കുന്നത്. കാരണം കസ്റ്റമർ വെയർ ഹൗസ് ഇതുവരെ ഓപ്പറേഷണൽ ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഏതാ സ്റ്റാൻഡേർഡ് വരിക? ഏതാ സ്റ്റാൻഡേർഡ്? IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് ആണ്, ശരിയല്ലേ? ആൻഡ് ആസ് പെർ IFRS 15 റവന്യൂ എപ്പോഴാണ് നമുക്ക് റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റുക? എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. എപ്പോഴാണ് റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റുക? പെർഫോമൻസ് ഒബ്ലിഗേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോഴേ റവന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക് എന്തായിരിക്കും? സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും. കമ്പനി ആ പർട്ടിക്കുലർ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും? റവന്യൂ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ റവന്യൂ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും FSന് അത് മിസ്റ്റേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുക? റവന്യൂ എന്താവും? റവന്യൂ ഓവർസ്റ്റേറ്റഡ് ആവും. ഡെഫേർഡ് ഇൻകം എന്താവും? അതുകൊണ്ട് തന്നെ മെറ്റീരിയാലിറ്റി പറയാന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ മെറ്റീരിയാലിറ്റി പറയുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർലി നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യം നോക്കുക മെറ്റീരിയാലിറ്റി പ്രോഫിറ്റിന്റെ ബേസിസിലാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സാമിനർ പറഞ്ഞേക്കുന്നത്, സോറി നമ്മുടെ P&L എലമെന്റിന്റെ ബേസിസിലാണോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്, അതോ SOFPയുടെ ബേസിസിലാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നതെന്ന് പ്രോപ്പർലി നോക്കുക. P&Lന്റെ എലമെന്റ്സ് ഓരോന്നും നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? പ്രോഫിറ്റിന്റെ ബേസിസ് നമുക്ക് വേണമെങ്കിൽ മെറ്റീരിയലിന്റെ സെറ്റ് ചെയ്യാം, റവന്യൂവിന്റെ ബേസിസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിലോ വി ക്യാൻ ഡിറ്റർമൈൻ ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റവന്യൂ കഴിഞ്ഞു, ഏതാ ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? അതുപോലെ തന്നെ SOFPയുടെ ബേസിസിൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ അസറ്റിന്റെ ബേസിസിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന്റെ ബേസിസ് സെറ്റ് ചെയ്യാം എന്നാ പറഞ്ഞത്? വി ക്യാൻ ഫിക്സ് ഇറ്റ് ഓൺ ദ ബേസിസ് ഓഫ് നെറ്റ് അസറ്റ്സ്. നെറ്റ് അസറ്റ്സിന്റെ ബേസിസിൽ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒന്ന് പറഞ്ഞേ, റവന്യൂവിന്റെ ബെഞ്ച് മാർക്ക് നമ്മൾ എത്രയാണെന്ന് പഠിച്ചത്? റവന്യൂവിന്റെ ഓക്കെ, റവന്യൂവിന്റെ സോറി റവന്യൂവിന്റെ ഇവിടെ ഉള്ളു അല്ലേ? സോറി 0.5% ടു എത്രയാ? 1%. എക്സാക്ട്ലി. പ്രോഫിറ്റിനെ ആണെങ്കിലോ 5% ടു 10%. ഗ്രോസ് പ്രോഫിറ്റിന്റെ ആണെങ്കിലോ അഗൈൻ ദ സെയിം 0.5% ടു 1%. ഓക്കെ, ടോട്ടൽ അസറ്റിന് എത്ര പെർസെന്റേജ് ആയിരുന്നു? 1 to 2%. ഓക്കെ, എക്സാക്ട്ലി 1% ടു 2%. Then net assets ന്റെ 2% to 5%. okay 2%, sorry 2% to 5%. Okay, നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് ഓർത്തായിരുന്നു ലോവർ ലിമിറ്റ് മാത്രം പഠിക്കുക. എത്രയാണ് ലോവർ ലിമിറ്റ് അതിന്റെ ട്വൈസ് ആയിരിക്കും എന്തായിട്ട് വരിക? അപ്പർ ലിമിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലേ? ഓക്കെ, നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഇതിന്റെ ബേസിസ് മാത്രം നോക്കിയാൽ മതിയോ? പോരാ, നേച്ചറിന്റെ ബേസിസിൽ മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യണം. നേച്ചറിന്റെ ബേസിസ് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? നമ്പർ 1 നമ്മൾ പറഞ്ഞു യെസ് റിലേറ്റഡ് പാർട്ടി ഒന്ന് നോക്കുക.
റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഓൾവേസ് മെറ്റീരിയൽ ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ. രണ്ടാമത് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കും? ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ മെറ്റീരിയൽ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റിൻ്റെ അകത്ത് എക്സാമിനർ നമ്മളോട് പറയുന്നുണ്ടാവും എന്തിന്റെ ബേസിസിലാണ് മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ നമ്മളോട് പറയാണ് റവന്യൂവിന്റെ ബേസിസിലാണെന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ചെയ്യണം? റവന്യൂവിന്റെ ബേസിസിലുള്ള ബെഞ്ച് മാർക്ക് തന്നെ എടുക്കണം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, പ്രോഫിറ്റിന്റെ ബേസിസിൽ നമ്മളോട് ഇപ്പം എക്സാമിനർ മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യാൻ പറഞ്ഞു. സോ നമുക്കറിയാം പ്രോഫിറ്റിന്റെ 5% to 10% ആണ്. ആ കേസിൽ ഇതിൽ 5% ആണോ 10% ആണോ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു ആദ്യമേ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ബെഞ്ച് മാർക്ക് നോക്കണം. അതായത് കമ്പനിയുടെ സിനാരിയോയിൽ തന്നേക്കുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. സോ കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 million ആണ് പ്രോഫിറ്റ്. സോ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ 1 millionന്റെ 5% എടുക്കുക. 1 millionന്റെ 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 50,000 ആയിരിക്കും വരിക, അല്ലേ? അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 100,000 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, വിൽ കൺസിഡർ ദിസ് അമൗണ്ട്സ് ഇൻ ഡോളേഴ്സ്. സോ $50,000 to $1 lakh അല്ലെ $100,000 ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ 50,000 നമ്മൾ ചൂസ് ചെയ്യണോ അതോ 1 lakh ചൂസ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കുറച്ച് ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് നമ്മൾ ഈ 50,000 എന്ന് പറയുന്ന ലോവർ ലിമിറ്റ് എടുക്കണോ അതോ 1 lakh എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് എടുക്കണോ എന്നുള്ള കാര്യം നോക്കേണ്ടതെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. എന്തൊക്കെയായിരുന്നു മക്കളെ ക്രൈറ്റീരിയാസ് നോക്കണം എന്ന് പറഞ്ഞിരുന്നത്? മെറ്റീരിയാലിറ്റി ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ ആദ്യം എന്താ നോക്കേണ്ടത്? New client ആണ്. ന്യൂ ക്ലൈന്റ് ആണോ എന്നുള്ള കാര്യം നോക്കുക സിനാരിയോക്കകത്ത്. രണ്ടാമതായിട്ട് ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. മൂന്നാമതായിട്ട് എന്താ നോക്കേണ്ടത്? മാനേജ്മെന്റ് ബയാസ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതായത് കമ്പനി ഏതെങ്കിലും പുതിയ ലോൺ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു, അപ്പൊ ആ ലോണിന് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാൻ നോക്കും? മാക്സിമം ബെനിഫിറ്റ്സ് കൂട്ടി കാണിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ് കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ നടത്താൻ പോവാണ്, ന്യൂലി ലിസ്റ്റഡ് കമ്പനി ആവുകയാണ്, ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്ടേഴ്സിന് ബോണസ് കൊടുക്കുന്നത് കമ്പനിയുടെ എമൗണ്ട് ഓഫ് റവന്യൂന്റെ ബേസിസിലാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാണ്. സോ ഇഫ് ദർ ഈസ് എനി പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് മാനേജ്മെന്റ് ഗെറ്റിംഗ് ബയസ്ഡ്, മാനേജ്മെന്റ് ബയസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അടുത്ത് എന്താ ചെയ്യേണ്ടത്? Corporate governance പറ. weakness. എന്നുള്ള കാര്യം നോക്കണം. പിന്നെ Internal control weakness. ഓക്കെ, ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം, അല്ലേ? ഓക്കെ, പിന്നെന്തായിരുന്നു? High risk of material misstatement. എക്സാക്ട്ലി, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കുക. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്താ പറയേണ്ടത്? Lower limited. എസ്പെഷ്യലി നമ്മൾ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞ ഏതായിരുന്നു? ഇഫ് ഇറ്റ്സ് എ ന്യൂ ക്ലൈന്റ് ഓർ എ ന്യൂലി ലിസ്റ്റഡ് client. അല്ലേ? ഇവിടെ ഇതൊരു ന്യൂ ക്ലൈന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റോ ആണോ എന്നുള്ള കാര്യം നോക്കുക. If it's a new client or a newly listed client, always keep in mind that you need to go on with the lower limit. So ഇവിടെ 5% വേണോ 10% വേണോ എന്നുള്ളതാണോ നമ്മുടെ ലിമിറ്റ്? അല്ല, 50,000 വേണോ 100,000 വേണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം ന്യൂ ക്ലൈന്റ് ആണെന്ന് പറയോ ന്യൂലി ലിസ്റ്റഡ് ആണെന്ന് പറയോ, രണ്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യേണ്ട. ഈദർ ഓഫ് ദിസ് ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 ആയിരിക്കും. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഇപ്പൊ ഇത് ന്യൂ ക്ലൈന്റും അല്ല ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റും അല്ല, അപ്പൊ നിങ്ങൾ എന്ത് വേണം ചെയ്യാൻ? അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? മാനേജ്മെന്റ് ബയസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് കുറയ്ക്കുക. 1 lakh നിന്ന് 90,000 ആക്കി. കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ പറയാണ്, കുറച്ചും കൂടെ കുറയ്ക്കുക. ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെന്ന് പറയാണ്, കുറച്ച് കുറയ്ക്കുക. ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള കഥ പറയാണ്, അപ്പോഴും കുറച്ച് കുറയ്ക്കുക. അങ്ങനെ ബിറ്റ്വീൻ ദ മിഡിൽ ലൈൻ ആൻഡ് അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്യുക. ഇപ്പൊ ന്യൂ ക്ലൈന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റോ അല്ല എന്നുണ്ടെങ്കിൽ. ഓൺ ദ അതർ ഹാൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ന്യൂ ക്ലൈന്റ് ന്യൂലി ലിസ്റ്റഡ് ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? യു ഹാവ് ടു ഗോ ഓൺ വിത്ത് ദ ലോവർ ലിമിറ്റ് ഇറ്റ്സെൽഫ്. നമുക്ക് അപ് ടു അറൌണ്ട് 3 marks നമുക്ക് കിട്ടുന്ന മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിനും ആ മെറ്റീരിയാലിറ്റിയുടെ ജഡ്ജ്മെന്റ് നമ്മൾ എഴുതുന്നതിനുമാണ്. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ടു ഫോക്കസ് ഓൺ ദീസ് ഏരിയാസ്. ക്ലിയർ ആയോ? സർ, ഇതിനകത്ത് റെഡ്യൂസ് ചെയ്യുന്ന ഇത്ര പെർസെന്റേജ് വെച്ചിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെന്റ് യൂസ് ചെയ്തിട്ടാണോ? നമ്മുടെ ജഡ്ജ്മെന്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്, പ്യൂർലി ബേസ്ഡ് ഓൺ അവർ ജഡ്ജ്മെന്റ്. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? പക്ക? Yes. Yes, sir. ഓക്കെ,
അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നോക്കേണ്ടത്? ന്യൂ ക്ലയന്റ് ആണോ നോക്കണം, ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണോ നോക്കുക, മാനേജ്മെന്റ് ബയസ്ഡ് ആണോ നോക്കുക, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടോ നോക്കുക, ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം, ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചോദിക്കുമ്പോൾ മെറ്റീരിയാലിറ്റി വേണം ആദ്യം എഴുതാൻ. അത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഈ ബെഞ്ച് മാർക്സ് യൂസ് ചെയ്യുക. അതിൽ ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്ന് ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? Yes, ക്ലിയർ sir. അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കേണ്ടത്. ഇനി മെറ്റീരിയാലിറ്റി എഴുതാനായിട്ട് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താന്നുള്ള കാര്യം വേണം നമ്മൾ പ്രോപ്പർലി പറയാനായിട്ട്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, എന്താണോ ആഡിക്വേറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അതായത് ഇപ്പം നമുക്കറിയാം റവന്യൂ റെക്കഗ്നേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് റവന്യൂ റെക്കഗ്നേഷന്റെ 5 സ്റ്റെപ്പ് മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂ റെക്കഗ്നേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബേസിക് റവന്യൂ റെക്കഗ്നേഷന്റെ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ റെക്കഗ്നേഷൻ ഇല്ല ഏത് പോയിന്റ് ആണ് വേണ്ടതെന്നുള്ള സിനാരിയോനെ ബേസ് ചെയ്ത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാം നമ്മൾ. അതായത് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്ന 5 സ്റ്റെപ്പ് മോഡൽ ആണോ അതോ സിംഗിൾ മെത്തേഡ് ആണോ? ഇഫ് ഇറ്റ് ഈസ് അബൌട്ട് ദ 5 സ്റ്റെപ്പ് മോഡൽ, അവിടെ നമ്മൾ ആഡിക്വേറ്റ്ലി 5 സ്റ്റെപ്പ് മോഡലിനെ കുറിച്ച് തന്നെ പറയണം. അതായത് ഇപ്പൊ നമ്മളോട് സിനാരിയോയിൽ പറയാണ് മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉള്ള എന്തെങ്കിലും കോൺട്രാക്ട് ആണെന്ന്. അപ്പൊ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉള്ള കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഓൾ ദി 5 സ്റ്റെപ്സ് യൂസ് ചെയ്ത് ഫസ്റ്റ് ഐഡന്റിഫൈ ദ കോൺട്രാക്ട്സ് വിത്ത് ദ കസ്റ്റമേഴ്സ്, ഐഡന്റിഫൈ ദ പെർഫോമൻസ് ഒബ്ലിഗേഷൻ, ദെൻ സ്റ്റാൻഡ് അലോൺ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക, അതിന്റെ ബേസിസിൽ നമ്മുടെ ടോട്ടൽ കോൺട്രാക്ട് പ്രൈസ് അലോക്കേറ്റ് ചെയ്യുക, ഫൈനലി പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക. ഈ പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് തന്നെ നിങ്ങൾ പറയണം. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദേ ജസ്റ്റ് മിയർലി മെൻഷനിങ് ദാറ്റ് ദ ക്ലയന്റ് ഈസ് ഹാവിംഗ് എ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ടു ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ കസ്റ്റമർ and they have not satisfied the obligation. But the basic IFRS 15 revenue from contracts with customers, revenue should be recognized only when the performance obligation in relation to the contract are satisfied. Till the date revenue deferring go to treat ചെയ്യണം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നമുക്ക് സിനാരിയോ ഡിമാൻഡ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്താ ആഡിക്വേറ്റ് ആയിട്ട് വേണ്ടത്, ആ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. മൂന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് വാട്ട് വിൽ ഗോ റോങ്. ആ സിനാരിയോയ്ക്കകത്ത് എന്താണ് തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം പറയാം. ബട്ട് ഇതാണ് ഏറ്റവും കോർ ഏരിയ എന്ന് പറയാം. വാട്ട് വിൽ ഗോ റോങ് ഇൻ ദ സിനാരിയോ നിങ്ങൾ പറയുന്ന സമയത്ത് അവിടെ പ്രോപ്പർലി സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യം എന്താണോ ആ സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന കാര്യവും അതേപോലെ തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ശരിക്കും വേണ്ടത് ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടി മിക്സപ്പ് ചെയ്ത് തന്നെ പറയണം, എങ്കിലേ പ്രൊഫഷണൽ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ കീപ് ദാറ്റ് വൺ ഇൻ മൈൻഡ്. ഒരിക്കലും അത് മറന്നു പോകരുത്. സോ എപ്പോഴും നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും സിനാരിയോയും കൂടി മിക്സപ്പ് ചെയ്തിട്ട് വേണം പറയാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ, അതായത് എന്താണോ സിനാരിയോയിൽ പറ്റിയ തെറ്റ് അത് അതേപോലെ തന്നെ പ്രോപ്പർലി എടുത്ത് പറയാം. ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് എവർ ബി ദ ഇമ്പാക്ട് ഓൺ എഫേഴ്സ്, എഫേഴ്സിന്റെ മേലെ എന്താണോ ഇമ്പാക്ട് സംഭവിക്കുന്നത് ആ ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ള കാര്യം കൂടി പറയാം. അപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണോ ആ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞു. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ പ്രോപ്പർലി ആൻസർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. സോ മെറ്റീരിയാലിറ്റി പറയണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വിൽ ഗോ റോങ് പറയണം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ള കാര്യവും കൃത്യമായിട്ട് പറയണം. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് ആണ്, അവിടെ നമ്മൾ ഇങ്ങനെയായിരിക്കും ആൻസർ എക്സ്പ്രസ് ചെയ്യുക. The amount of revenue recognized in relation to Allen Company's contract with the customers is 10 million, representing dash percentage of the profit. Therefore, it is material. Materiality പറഞ്ഞു. Then നമ്മൾ പറയാണ് as per IFRS 15, revenue from contracts with customers, revenue should be recognized when the performance obligations are being satisfied. Till the date, revenue should be treated as a deferred income. ഇനി നമ്മൾ അവിടെ എന്താണ് സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറയാം. The company have signed contract with 2 of their customers, and under the contract, company have agreed to the customer to deliver the products to the customer warehouse, and final inspection of the goods have to be done by the customer. However, the company have delivered goods to third-party warehouse, and goods are yet to be inspected by the customers. Therefore, the performance obligation relating to this contract are unsatisfied,
and the company should have completed this obligation before recognizing the revenue. As per the company have disclosed the revenue, the company have included the revenue in the company's financial statements, claiming that company have satisfied all the performance obligation in relation to the contract, which would result in revenue being overstated and the deferred income of the company will be understated. ഇതായിരിക്കും നമ്മളിവിടെ മൊത്തത്തിൽ പറയുന്നുണ്ടാവുക. അപ്പൊ ലിറ്ററലി മെറ്റീരിയാലിറ്റി എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് നമുക്ക് അവിടെ വേണ്ടതെന്നുള്ളത് പറഞ്ഞു. ആക്ച്വലി അവിടെ റിക്വയർഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ മതി. അവിടെ എന്താണ് സിനാരിയോയിൽ തെറ്റായിട്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ള കാര്യം പറഞ്ഞു. സിനാരിയോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ മിക്സപ്പ് ചെയ്തിട്ട് ഇമ്പാക്ട് ഓൺ എഫ് എസ് എന്താണോ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ വരാൻ ചാൻസ് ഉള്ള ഇമ്പാക്ട് എന്താണോ, ആ ഇമ്പാക്ട് ഓൺ എഫ് എസ് എന്താണെന്നുള്ള കാര്യവും നമ്മൾ പ്രോപ്പർലി മെൻഷൻ ചെയ്തു. അപ്പൊ ഈ 4 കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വിൽ ഗോ, ആൻഡ് ഫൈനലി ഇമ്പാക്ട്സ് ഓൺ എഫ് എസ് എന്താന്നുള്ള കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവണം. And Omo, it is not required to specify the accounting standard number or the name. Standard number അല്ലെങ്കിൽ നെയിം എഴുതിയില്ല എന്ന് വെച്ച് മാർക്കൊന്നും സ്പെസിഫിക്കലി പോവില്ല. But make sure that you have to specify the accounting treatment appropriately. അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? Is that clear everyone? Okay? Yes, sir. ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. Yes, please. സാർ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിനകത്ത് മറ്റേ ഡെഫേർഡ് ഇൻകത്തെ കാര്യം ഡെഫേർഡ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. അതെ. അത് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ അതിനകത്ത് പറയാണ്ട് ലാസ്റ്റ് ഡെഫേർഡ് ഇൻകം അണ്ടർസ്റ്റേറ്റഡ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഡെഫേർഡ് ഇൻകം ആയിട്ട് മാറ്റി വെക്കണം എന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നു. എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണോ ചോദിക്കുന്നത്? അതായത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഡെഫേർഡ് ഇൻകം ആയിട്ട് മാറ്റി വെക്കണം എന്നുള്ള കാര്യം പറയുന്നതിന് പകരം ഏറ്റവും ലാസ്റ്റ് നമ്മളത് അണ്ടർസ്റ്റേറ്റ് ആയി പോകുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. സോ പ്രിഫറബിളി പറയുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഓക്കെ, സ്ക്രീനിൽ അനോട്ട് ചെയ്യല്ലേ പ്ലീസ്. ഓക്കെ, സോ ഇനി നോക്കിക്കേ. അപ്പൊ ഇങ്ങനെയാണ് ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. Then there can also be chances that you might be getting questions from the area of audit risk without accounting treatment. Audit risk without accounting treatment questions വരുന്നുണ്ടാവും. So basically when it comes to the area of audit risk without accounting treatment, നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും സിനാരിയോക്കകത്ത്, അതായത് ഒരു കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. പുള്ളി ഇത്രയും നാളൊരു ബാങ്കിങ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അവിടെ സ്പെസിഫിക്കലി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഒന്നും മെൻഷൻ ചെയ്യാനായിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഒന്നും മെൻഷൻ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഡു വൺ തിങ്, ദാറ്റ് യു നീഡ് ടു ഐഡന്റിഫൈ ദ പർട്ടിക്കുലർ ഇഷ്യൂ ഫ്രം ദ സിനാരിയോ. എന്താണോ നിങ്ങൾ സിനാരിയോയിൽ കണ്ട ഇഷ്യൂ, അതെന്താണോ അത് അതേപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, യു നീഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. എന്താണോ ഇഷ്യൂ, ആ ഇഷ്യൂ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്നാമതായിട്ട് ആ ഇഷ്യൂ ആണോണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് വരാൻ പോകുന്നത്, ആ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണെന്നുള്ള കാര്യം പറയുക. അതായത് ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തായിരിക്കും എന്നുള്ള കാര്യം പറയാം. സോ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന സമയത്ത് ഇൻ സം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അത് മൊത്തത്തിൽ ശരിക്കും ഒരു പെർഫെക്റ്റ് ഇമ്പാക്ട് പറയാൻ പറ്റില്ല. ആ കേസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓവറോൾ ഇമ്പാക്ട് ഓവർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞാൽ മതി. ഓക്കെ, സോ എന്താണോ സിനാരിയോയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് അത് ഐഡന്റിഫൈ ചെയ്യുക, അത് എന്തുകൊണ്ടാണ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഫൈനലി ആ റിസ്ക് കാരണം കൊണ്ട് എന്ത് ഇമ്പാക്ട് ആണ് എഫ് എസിൻ്റെ അകത്ത് ഉണ്ടാവാൻ പോകുന്നത്, ആ ഇമ്പാക്ട് ഓൺ എഫ് എസ് എന്താന്നുള്ള കാര്യം പറയാം. ക്ലിയർ ആയി മക്കളെ? Is it clear? Yes. Okay, so when it comes to the questions like this, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ if you look at the introductory paragraph, you will be able to find the nature of the company's business. അപ്പോൾ കമ്പനിയുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്താണെന്നുള്ളത് പ്രോപ്പർലി ആദ്യമേ കൺസിഡർ ചെയ്യുക. And immediately after that, you have to look into the area where this particular finance director was already being working and is experienced. So ഇതിൻ്റെ അകത്ത് ഓൾറെഡി ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, he was working in the banking sector. സോ ഓൾറെഡി ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻസ് ഡയറക്ടർ. And when it comes to the company is currently involved in the operations of pharmaceutical business. So well, we know that the operations are entirely different for a pharmaceutical company as well as for a banking sector. So automatically the financial reporting policies or whatever be the
accounting estimates and things that will be applicable for the banking sector will be entirely be different from that of the pharmaceutical company. So he might not be having adequate amount of experience in financial reporting relating to a pharmaceutical company. Therefore, there can be chances that FS misstated out. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ ജസ്റ്റ് സിനാരിയോക്ക് ഇത് പറഞ്ഞേക്കുന്ന കഥ അതേപോലെ തന്നെ എടുക്കുക. സോ ദാറ്റ്സ് ദ ഐഡന്റിഫിക്കേഷൻ പാർട്ട്. അതായത് ഐഡന്റിഫൈ ചെയ്യുന്ന എന്തായിരിക്കും? സിനാരിയോക്കകത്ത് നമുക്ക് തന്നേക്കുന്ന ഫാക്ട് എന്താണോ ആ ഫാക്ട് ആയിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയാം, the company have appointed a new finance director who was working in the banking sector. However, the company is operating in, the Elance company is operating in pharmaceutical business. Therefore, the accounting policies, estimates, and the financial reporting framework that will be applicable for a pharmaceutical company will be entirely be different from that of banking sector. Therefore, the finance director might not be having appropriate knowledge about the accounting treatment in relation to the client company. Therefore, in case if the finance director have taken any of the inappropriate accounting treatment in relation to the company, it would result in material mistakes in the financial statements. For example, എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും റോങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും സിനാരിയോയിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ റോങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ഓരോന്നും പിക്ക് ചെയ്യുക, അതെല്ലാം എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് പ്രൊഫഷണൽ മാർക്സ് ഫോർ ദാറ്റ് ആസ് വെൽ. ക്ലിയർ? Is that clear, everyone? Yes, sir. Okay, so we need to literally identify the issue from the scenario, we need to explain it, and we need to show the impact over the financial statements. And actually, I have shared you one note in relation to the area of audit risk. It's almost around 20 pages. So I already share it, or else if you need to find any notes relating to AAA, you can just search in Google directly with my name. Audit risk by Alan search with my full name. So you will be able to find downloadable link directly in the Google. So ഇതാണ് ഓഡിറ്റ് റിസ്കിന് നമ്മൾ പറഞ്ഞ നോട്ട്സ്. ഈ നോട്ട്സ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്ന കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സിനാരിയോയിലും വരുന്ന കുറേ റിസ്കുകളാണ്. സോ there's a new client, there's an appointment of a new director, lack of finance director, ഓഡിറ്റ് കമ്മിറ്റിയിൽ ഒരു എക്സ്പേർട്ട് ഇല്ല, വീക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും കോമൺ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറേ റിസ്കുകളാണ്. ഇൻ റിലേഷൻ ടു ദാറ്റ് യു ഷുഡ് ബി വെരി മച്ച് ഫെമിലിയർ വിത്ത് ദ ഗ്രൂപ്പ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആസ് വെൽ. കാരണം ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക്കും വരാം. സോ യു ഹാവ് ടു ഗോ ത്രൂ ദ ഗ്രൂപ്പ് റിലേറ്റഡ് റിസ്ക് ഓൾസോ. അതും പ്രോപ്പർലി വായിച്ച് നോക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് നമ്മുടെ അടുത്ത് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിന്റെ സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് ഇതാണ്: അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് എ സബ്സിഡറി, അക്വിസിഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് എ അസോസിയേറ്റ്, ദെൻ ഇക്വിറ്റി മെത്തേഡിൽ ഉള്ള ട്രീറ്റ്മെന്റ്, അസോസിയേറ്റിന്റെ, ജോയിന്റ് വെഞ്ചറിന്റെ ട്രീറ്റ്മെന്റ്. ഈ ട്രീറ്റ്മെന്റ് എല്ലാം ഫെമിലിയർ ആക്കി വെക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്കുകളൊക്കെ വരാം. ആ റിസ്കുകളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് അറൌണ്ട് 17 pages. സോ ഈ ഫയൽ ഒന്ന് വായിച്ച് നോക്കുക ഇഫ് പോസിബിൾ. നമ്മൾ പ്രോപ്പർലി ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ടൈം ഡിസ്കസ് ചെയ്തതാണ്. So by going through the same file, you'll be able to get an overall understanding about the common risk. It doesn't mean that you will be getting same risk in the scenario. അവിടെ റിസ്കിന് മാറ്റങ്ങൾ വരാൻ നമുക്ക് സിനാരിയോയിൽ കിട്ടുന്ന വിത്ത് ദ ഓൺലി ഡിഫറൻസ് ആർ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാറിക്കൊണ്ടിരിക്കും. ഹൗവർ ദ റിസ്ക് വിൽ റിമെയിൻ ദ സെയിം. കാരണം വാട്ട് എവർ ബി ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, അതിന്റെ നേരെ ഉൾട്ടായിരിക്കും റിസ്ക് ആയിട്ട് എടുക്കുന്നുണ്ടാവുക. സോ യു ഹാവ് ടു ബി having proper knowledge about the accounting treatment. Make sure that you have revised all accounting standard, both IFRS and IAS. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ റിസ്ക് നോക്കുക. ക്ലിയർ? ക്ലിയർ ആണ് മക്കളെ? ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരുന്നു ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി in addition to this area, we will be having questions based on risk of material misstatements. സോ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, വി ജസ്റ്റ് വോണ്ട് ടു പിക്ക് ദ റിസ്ക് സെയിം ലൈക്ക് ദാറ്റ് ഓഫ് ഓഡിറ്റ് റിസ്ക്, വിത്ത് ഓൺലി എക്സെപ്ഷൻ ദാറ്റ് നമ്മൾ ഇവിടെ എന്തെടുക്കേണ്ട ആവശ്യമില്ല. യെസ്, വി ആർ നോട്ട് റിക്വയർഡ് ടു ടേക്ക് ദ ഡിറ്റക്ഷൻ റിസ്ക്. ഇനി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പക്ഷെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. അതായത് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള P&L-ഉം SOFP-യും തന്നിട്ടുണ്ടാവും. ആ P&L-ഉം SOFP-യും തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാനായിട്ട് പറയും? നിങ്ങളോട് പറയും അവിടെ എന്തൊക്കെയാണോ ആ തന്നേക്കുന്ന ഫിനാൻഷ്യൽസിൻ്റെ അകത്തുള്ള മിസ്റ്റേക്ക്, ആ ഫിനാൻഷ്യൽസിലെ മിസ്റ്റേക്കും കൂടെ കണ്ടുപിടിക്കാൻ പറയും. സോ അങ്ങനെ സിനാരിയോസ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾ അവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം എന്ത് ചെയ്യുക, ഇഫ് ദർ ഈസ് എനി പോസിബിലിറ്റി ടു കമ്പ്യൂട്ട് ദ റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഒന്ന് നിങ്ങൾക്ക് ട്രെൻഡ് കമ്പ്യൂട്ട് ചെയ്യാം,
അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ബിഫോർ ദാറ്റ് കുറച്ച് കോമൺ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? Gross profit, Okay. margin. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, പിന്നെ operating profit, Operating profit margin, എക്സാക്ട്ലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, പിന്നെ അതർ ദാൻ ദാറ്റ് interest cover, ഓക്കെ ഇൻട്രസ്റ്റ് കവർ നമുക്ക് ലേറ്റർ ഓൺ എടുക്കാം. പിന്നെ gearing ratio, gearing, ഗിയറിംഗ് റേഷ്യോ, പിന്നെ ഏതായിരുന്നു? റിസീവബിൾസ് ഡേയ്സ്, current ratio, ഓക്കെ payable, റിസീവ്സ് ഡേയ്സ്, ഇൻവെന്ററി ഡേയ്സ്, payable, days, payable, ഓക്കെ ഇൻവെന്ററി ഡേയ്സ് ഉണ്ട്. പിന്നെ ബാക്കി ഏതായിരുന്നു? പേയബിൾസ് ഡേയ്സ്, payable, current ratio, കറന്റ് റേഷ്യോ, ക്യുക്ക് റേഷ്യോ, quick ratio, പിന്നെ gearing ratio, ഗിയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞാൻ Effective പറഞ്ഞിരുന്നു tax എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് tax rate, ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഇത്രയായിരുന്നു ഞാൻ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും കറന്റ് ഇയറിലും കാൽക്കുലേറ്റ് ചെയ്യണം, പ്രീവിയസ് ഇയറിലും കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങളോടൊരു റിലേഷനും നോക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? അതായത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കൺസിഡർ ദാറ്റ് ദ കമ്പനീസ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഫോർ ദ കറന്റ് ഇയർ ഈസ് 35%. ഓക്കെ, and for the previous year consider that it was 25%. Okay, so literally it means that the gross profit margin of the company have increased. And considering the operating profit margin ippom last time just a moment. Okay, yeah, operating profit margin ipo last time 26 maybe same like this 23% ആയിരുന്നു. And this times it becomes 20%. അതായത് ലിറ്ററലി വിച്ച് മീൻസ് ഗ്രോസ് പ്രോഫിറ്റ് കൂടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു. നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ നമ്മൾ എടുക്കുന്ന അസംഷൻ എന്തായിരിക്കും? ഗ്രോസ് പ്രോഫിറ്റ് കൂടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു. അസംഷൻ എന്തായിരിക്കും മക്കളെ? misclassification of Cost. expense, യെസ്, നമ്മൾ അസ്യൂം ചെയ്യും ഗ്രോസ് പ്രോഫിറ്റ് കൂടണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കമ്പനിയുടെ റവന്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. കുറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയണം എന്നുണ്ടെങ്കിലോ ഇത് നമ്മുടെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? കുറഞ്ഞിട്ടുണ്ടാവണം. ദാറ്റ് മൈറ്റ് ബി ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ? അപ്പൊ ഇഫക്റ്റീവ്ലി നമുക്ക് അവിടെ എടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാ? കോസ്റ്റ് ഓഫ് സെയിൽസും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും തമ്മിലുള്ള റിലേഷൻ ആണ്. നമ്മൾ അസ്യൂം ചെയ്യും കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി. So the expenses that need to be included within the cost of sales might be misclassified into operating expenses. അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയാ, the gross profit margin has been increased from 25% to 30%, and the operating profit margin has been decreased from 23% to 20%. Therefore, there can be chances that the expenses that need to be included within cost of sales might have been misclassified into operating expenses, which would result in overstated operating expenses and understated ഏതായിരിക്കും? Cost of sales. Clear? Is that clear, everyone? yes sir, Okay. Then consider that the company's receivables days was maybe around 40 days for the current year, and it was around 15 days for the previous year. അപ്പം 15 days നിന്നത് receivables days 40 days ആയി. What does it mean? Bad debts. There can be chances of having bad and doubtful debts for the company. Accounting treatment എന്താ? For which either we need to recognize allowances for bad and doubtful debts, or the bad and doubtful debts should have been written off from the financials. If not, the receivables will be overstated and the related expenses will be understated. Clear ayo? yes sir, Okay. And when it comes to the inventory days, consider that inventory days അതേപോലെ തന്നെ ഈ പ്രാവശ്യം 60 days ആയി. Okay, and in the previous year it was just 25 days. Receivables days കൂടി, sorry, inventory days കൂടി. So what does it mean by the increase in the amount of inventory days? chances of having slow moving or obsolete inventory. Yeah, exactly. There can be chances of having slow moving or obsolete inventory. And in case of slow moving or obsolete inventory, what do we need to do? Right. lower of cost of inventory, Yeah, the inventory have to be written down to the lower of cost of NRV, or should be completely written off from the financials. If not, and the receivables will be inventory will be overstated and related expenses will be understated.
ക്ലിയർ ആയോ? Yes, sir. ഓക്കെ മക്കളെ, ഇഫക്റ്റീവ് ടാക്സ് റേറ്റിന്റെ കേസിൽ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്യുക. സോ നമുക്കിപ്പോൾ കിട്ടി നമ്മുടെ ഈ പ്രാവശ്യത്തെ ടാക്സ് റേറ്റ് 20% ആണ് അവരെടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇറ്റ് വാസ് 30%. സോ ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് ടാക്സ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുത്തു. Last year we have paid 30% of our profit as tax, and this year it's 20% of the profit. And you need to consider whether the profit of the company has been increased or not. നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് കഴിഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തും കൂടണം, ടാക്സ് റേറ്റും കൂടണം. ആൻഡ് ഇൻ കേസ് അങ്ങനെ കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, there can be chances that company might have used inappropriate tax rate. മനസ്സിലായോ? which would result in understated tax liability or tax expense and overstated profit. മനസ്സിലായോ? ക്ലിയർ ആയി മക്കളെ? ഓക്കെ, അപ്പം ഇതായിരിക്കും നമുക്ക് പ്രൈമറി ആയിട്ട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് റിമെമ്പർ ദിസ് ഈസ് വാട്ട് വി ലേൺഡ് ഇൻ ദ പേപ്പർ AA, ബട്ട് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രോം ദ പേപ്പർ AA ഫോർ ദ പേപ്പർ AAA. AAAയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ലിറ്ററലി വി ഹാവ് ടു ഗോ ത്രൂ ദ ടോട്ടൽ full-fledged financials of the company. ആ കമ്പനിയുടെ മൊത്തം ഫിനാൻഷ്യൽസ് നോക്കിയിട്ട് വേണം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ആദംസ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോഴത്തേനും എക്സാമിനർ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടാവും, ഇവാലുവേറ്റ് ആൻഡ് പ്രയോറിറ്റൈസ് സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്ക് ടു ബി കൺസിഡർഡ് ഇൻ പ്ലാനിംഗ് ദ ഓഡിറ്റ് ഓഫ് ദി ഗ്രൂപ്പ്. യുവർ ഇവാലുവേഷൻ ഷുഡ് യൂട്ടിലൈസ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ ഐഡന്റിഫൈങ് റെലവെന്റ് റിസ്ക്. നിങ്ങളോട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടെ യൂസ് ചെയ്ത് തന്നെ റിസ്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള P&L തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള SOFPയും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നേരെ SOFPയിലേക്ക് വരിക. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ സിനാരിയോ വായിച്ചു പോകുമ്പോൾ തന്നെ ഈ SOFPയിലേക്കും P&Lലേക്കും കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഇവിടെ ഇപ്പൊ സിനാരിയോ വായിക്കുമ്പോൾ നിങ്ങളോട് പറയാണ് കമ്പനിക്ക് ഒരു അസോസിയേറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സോ വെൻ ദർ ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്, നമുക്കറിയാം ഇക്വിറ്റി മെത്തേഡിൽ വേണം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്, ശരിയല്ലേ? ഇക്വിറ്റി മെത്തേഡിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് അസറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവണം, SOFPയിൽ കാണിക്കണം. ആൻഡ് നമുക്ക് എത്രയാണോ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദ അസോസിയേറ്റ് അത് സിംഗിൾ ലൈൻ ആയിട്ട് ഹെഡ് ഓഫ് P&L കാണിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് ഉണ്ട് എന്ന് സിനാരിയോയിൽ കാണുന്ന മൊമെന്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗോ ആൻഡ് ലുക്ക് അറ്റ് ദ കമ്പനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അവിടെ സിംഗിൾ ലൈൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടോ നോക്കുക. കാണിച്ചിട്ടുണ്ടോ? കാണിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ് 12,000 കാണിച്ചിട്ടുണ്ട്. ബട്ട് ഈസ് ഇറ്റ് ഷോൺ ഹിയർ ആസ് എ സിംഗിൾ ലൈൻ ഐറ്റം ഫ്രം ദ കമ്പനീസ് അസോസിയേറ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം അസോസിയേറ്റ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതൊരു റിസ്ക് ആയിട്ട് പറഞ്ഞുകൂടെ? ഓക്കെ, അപ്പം അത് കൺഫേംഡ് ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്ത് പറയാം, അലൻ കമ്പനി ഈസ് ഹാവിംഗ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 1200,000 in the company's associate, and it should be accounted as per equity method, and the amount of investment in associate should be shown within the company's statement of financial position as an asset, and the share of profit from associate should be included within the head of the P&L as a single line item. എന്നിട്ട് നിങ്ങൾ പറയാം, even though the amount of investment in associate of 12,000 has been included in the company's current year statement of financial position, the share of profit from associate is not shown within the company's statement of profit or loss as a single line item. Instead, it might have been either misclassified into some other head or might be completely omitted from the company's financial statement, which would result in a material mistake. Clear? ഇതാണ് നിങ്ങൾ പറയേണ്ട റിസ്ക്. മനസ്സിലായോ മക്കളെ? ഓക്കെ. അതേപോലെ തന്നെ നിങ്ങളോട് ഇവിടെ പറയാണ്, അവർ സർപ്ലസ് എമൗണ്ട് കൊണ്ടുപോയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഫെയർ വാല്യൂ ത്രൂ P&L ആണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വെൻ ദേ ഹാവ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ട്രീറ്റഡ് ഫെയർ വാല്യൂ ത്രൂ P&L, ഗെയിൻ ഓർ ലോസസ് എവിടെ കാണിക്കേണ്ടത്? P&L ആണ് കാണിക്കേണ്ടത്. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി അതുകൊണ്ട് OCയിലേക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, റിസ്ക് ആയിട്ട് പറയണ്ട. നിങ്ങൾക്ക് SOFPയും P&Lയും തന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി നോക്കി, it was 7,500 in the prior year. Now it becomes 10,000. So there's an increase in 2,500 or 2.5 million. About 2.5 million increase നമ്മൾ എവിടെ കാണിക്കണം?
should be P&L. included within the P&L. P&L. അപ്പൊ നമ്മൾ വന്നിട്ട് നോക്കുക P&L കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഗെയിൻ ഫ്രം ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടോ? No. ഇല്ല. പക്ഷെ എവിടെയാണ് കാണിച്ചേക്കുന്നത്? OC. OCI. അതും ഫുൾ എമൗണ്ട് OCI ഉണ്ടോ? ഇല്ല. only 1 ഇല്ല. million. So rest of the amount is either omitted or misclassified. അല്ലേ? അപ്പൊ ഇതും നിങ്ങൾക്ക് പറയാം. അവിടെ നിങ്ങൾ പ്രോപ്പർലി പറയാം. ആസ് പെർ IAS 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, if the investment property is being recorded at fair value through P&L, any gain or losses in the investment property should be included within the P&L as a single line item. However, during the current year, the value of investment property has been increased from 7.5 million to 10 million, creating an investment property gain of 2.5 million, which need to be included within the company's P&L. But the company has included 1 million gain on investment property revaluation within the OCI. The remaining 1.5 million is either omitted from the financial statements or might be misclassified into some other accounting head, which would result in a material mistake in the company's financial statements. Clear ആയോ? മക്കളെ? Yes, sir. അപ്പം ഇതുപോലെ എന്ത് ചെയ്യുക? ഓരോന്നും കറസ്പോണ്ടിംഗ്ലി നോക്കുക കേട്ടോ. അപ്പം സിനാരിയോ നേരെ സാധാരണ ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെ തന്നെ വായിച്ചു നോക്കുക. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് P&L SOFP ആയിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ പോയിന്റ്സും കണക്ട് ചെയ്യുക. അതിന് ശേഷം ഫുള്ളി സിനാരിയോ വായിച്ച് തീർത്ത് കണക്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വരിക, SOFPയിൽ വരിക, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്യുന്ന ആദ്യം ഇതായിരിക്കും. കറണ്ട് ഇയറും പ്രീവിയസ് ഇയറുകളും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. PP കറണ്ട് ഇയറും 45,000 ആണ് വാല്യൂ, പ്രീവിയസ് ഇയറും 45,000 ആണ് വാല്യൂ. നോർമലി അങ്ങനെ വരാറുണ്ടോ? ഇല്ല. അപ്പൊ 2 വർഷവും സെയിം വാല്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥം എന്തായിരിക്കും? There can be chances that അവര് ഡിപ്രിസിയേഷൻ എക്സ്പെൻസസ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? Overstatement of ഓവർസ്റ്റേറ്റ്മെന്റ് ഓഫ് CP ഉണ്ടാവും, അണ്ടർസ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻസസ് ഉണ്ടാവും. അതായിരിക്കും നമ്മൾ പറയാ. ക്ലിയർ ആയോ? Yes. ഓക്കെ. ഇനി സെയിം as that ഇങ്ങനെ ഓരോന്നും കറണ്ട് ഇയറും പ്രയർ ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. കൺസിഡർ ദാറ്റ് നിങ്ങൾ സിനാരിയോയ്ക്കകത്ത് നോക്കണം കമ്പനിക്ക് എന്തെങ്കിലും പുതിയ ഷെയർ ഇഷ്യൂ ഉണ്ടോ. ആൻഡ് ഇഫ് ദർ ഈസ് എനി ന്യൂ ഷെയർ ഇഷ്യൂ, ഇഫ് ദാറ്റ് ഇഷ്യൂ ഇസ് മെയ്ഡ് അറ്റ് എ amount of premium. കാരണം എന്തായിരിക്കും? If the share issue was made at premium, the amount of share premium should be included within the premium account, and the nominal value of shares should only be included within the share capital. An extensive amount of disclosure shall be included within the company's financials. അതുണ്ടോ എന്നുള്ളത് നോക്കണം. ക്ലിയർ ആയോ? ഓക്കെ. എല്ലാ കേസിലും ഷെയർ പ്രീമിയം കാണില്ല. എന്തോ? എല്ലാ കേസിലും ഷെയർ പ്രീമിയം കാണില്ല. എല്ലാ കേസിലും ഷെയർ പ്രീമിയം ഉണ്ടാവും. ഇനീഷ്യൽ ഇഷ്യൂ ആയിരിക്കില്ലല്ലോ ഏതായാലും. എസ്പെഷ്യലി കമ്പനി ലിസ്റ്റഡ് ആയി അതുകൊണ്ട് ഷെയർ ഇഷ്യൂ നടത്തി എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും പ്രീമിയം ഉണ്ടാവും. അപ്പൊ അത് കാണിച്ചിട്ടുണ്ടോ നോക്കുക. മനസ്സിലായോ? ഓക്കെ. ഇനി റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ കേസ്, നിങ്ങൾ എപ്പോഴും കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും റീറ്റെയിൻഡ് ഏർണിംഗ്സിന്റെ ഡിഫറൻസ് എടുക്കുക. ഇവിടെ ഇപ്പൊ 9,400 റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്ന എമൗണ്ട് എവിടെ നിന്ന് വരുന്ന? പ്രോഫിറ്റ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാണ്? ഇറ്റ്സ് 9,700. റീറ്റെയിൻഡ് ഏർണിംഗ്സ് 9,400 വന്നിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദി 300 ഈസ് മിസ്സിംഗ്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒന്നും പറയൂല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആ 300 പോകാൻ ഒരു സോഴ്സേ ഉള്ളൂ. എന്തായിരിക്കും? ഡിവിഡൻഡ് കൊടുത്താവാം. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റെൻസീവ് ഡിസ്ക്ലോഷർ ഡിവിഡൻഡ് കൊടുത്തതിനെ ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. റിസ്ക് ആയിട്ട് എന്തായിരിക്കും പറയാൻ പറ്റുക? കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറയാം. അല്ലെങ്കിൽ മേ ബി ആ 300 എവിടെ പോയതായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയും കമ്പനി എന്തെങ്കിലും പേയ്മെന്റ് ഔട്ട് ഓഫ് റിസർവ്സ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ റിസർവ് ചെയ്യുന്ന പേയ്മെന്റ് ചെയ്താൽ മൂവ്മെന്റ് ഇൻ റിസർവ് ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് പറയാം. മനസ്സിലായോ? Is that clear, everyone? Yes. Perfect. അതുപോലെ തന്നെ നോക്കിയ മക്കളെ, സോറി, ഒമിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയണ്ട. നമ്മൾ ജസ്റ്റ് അതിലും പോസിബിലിറ്റി ഓഫ് റിസ്ക് പറയാൻ പറ്റുന്ന ഏതാണോ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും പ്രിഫറബിൾ വൺ. ഇനി കമ്പനി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന് പറയുകയാണെ, അതായത് കൺസിഡർ ദാറ്റ് കമ്പനി ഹാവ് ഡൺ ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ആൻ സബ്സിഡറി. ഹോളി ഓൺഡ് സബ്സിഡറി ആണോ നോക്കണം. കമ്പനിക്ക് ഹോളി ഓൺഡ് അല്ലാത്ത സബ്സിഡറി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? Non controlling interest. NCIയുടെ എമൗണ്ട് കാണിച്ചിട്ടില്ല എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. സെയിം as that if the company have done an investment during the current year, you can also mention about the recognition of goodwill. അല്ലേ? ഗുഡ്വില്ലിന്റെ എമൗണ്ട് കാണിക്കണം. അത് കാണിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ കമ്പനി ഒരു പുതിയ ലോൺ എടുത്തു എന്ന് സിനാരിയോയിൽ പറയാണ്. യു ഹാവ് ടു ചെക്ക് വെദർ ദ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ മെയ്ഡ് ഇൻ കമ്പനീസ് ബാങ്ക് ലോൺ. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ലോണിന്റെ അകത്തൊരു എമൗണ്ട് കൂടി എവിടെയും കൂടിയിട്ടുണ്ടാവണം? ഇൻട്രസ്റ്റും കൂടിയിട്ടുണ്ടാവണം, ഫിനാൻസ് കോസ്റ്റും കൂടിയിട്ടുണ്ടാവണം. കൂടിയിട്ടുണ്ടോ നോക്കുക.
ഇവിടെ ഇപ്പൊ ലോൺ ഒന്നും എടുത്തിട്ടില്ല, അപ്പം ബാങ്ക് ലോൺ ഇസ് റിമൈനിങ് സെയിം. അപ്പൊ നിങ്ങൾ എന്താ നോക്കേണ്ടത്? ഇൻട്രസ്റ്റ് എക്സ്പെൻസും സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതും റിസ്ക് ആയിട്ട് പറയാം. ലോണിന്റെ എമൗണ്ട് കുറഞ്ഞാൽ കറസ്പോണ്ടിംഗ് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓവർ സ്റ്റേറ്റഡ് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? And once you guys are done with the statement of financial position, you can start with the statement of P&L. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെയാണ് നിങ്ങൾ ആ GP മാർജിൻ OP മാർജിൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? റവന്യൂ എത്ര പെർസെന്റേജ് ആണ് കൂടിയെന്ന് നോക്കുക കമ്പയർഡ് വിത്ത് ദ പ്രയർ ഇയർ. എത്രയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് വന്നേക്കുന്ന ചേഞ്ച് എന്ന് നോക്കണം, ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. റവന്യൂവിൽ എത്രയാണോ ഇൻക്രീസ് വന്നേക്കുന്ന കറസ്പോണ്ടിങ് ഇൻക്രീസ് കോസ്റ്റ് ഓഫ് സെയിൽസിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ റവന്യൂ ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അണ്ടർ സ്റ്റേറ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? പക്ഷെ അത് പറയുമ്പോൾ നിങ്ങൾ സിനാരിയോയ്ക്കകത്ത് എന്തെങ്കിലും ഇതിനെ ലിങ്ക് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ നോക്കണം, സോ ദാറ്റ് യു ക്യാൻ ഗെയിൻ പ്രൊഫഷണൽ മാർക്ക്. അതായത് എന്തെങ്കിലും റവന്യൂവിനെ ബേസ് ചെയ്തിട്ട് ബോണസ് പേ ഔട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോവനൻസ് അറ്റാച്ച് ടു ദ ലോണോ, അതുമല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ് ചെയ്യുമോ, അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലും ന്യൂ ബാങ്ക് ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുമോ, അല്ലെങ്കിൽ കമ്പനി ഷെയർസ് എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ്. സോ മാനേജീരിയൽ ബയസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്ത് പറയാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇഫക്റ്റീവ് ടാക്സ് റേറ്റും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഫിനാൻസ് കോസ്റ്റിന്റെ വേരിയൻസ് നോക്കണം. ഇതേപോലെ തന്നെ എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി കണക്ട് ചെയ്തിട്ട് എഴുതുക. സോ ദിസ് ഈസ് വാട്ട് വി വിൽ കോൾ ഇറ്റ് ആസ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ കമ്പനിയുടെ സിനാരിയോയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൂടെ കണക്ട് ചെയ്തും കറണ്ട് ഇയറും പ്രയർ ഇയർ വേരിയൻസ് അനലൈസ് ചെയ്യും ചെയ്യുന്നതിനെയാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് നമ്മൾ വിളിക്കുക. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മിയർ കമ്പ്യൂട്ടേഷൻ. ക്ലിയർ ആയോ? Is it clear, everyone? Yes, sir. Okay. അപ്പോൾ we were quickly refreshing some of the areas. So നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ്. That's why we were quickly revising all these areas together. അപ്പോൾ നമ്മൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. We have summarized it together to this area. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞു വന്നത്? നമ്മൾ പറഞ്ഞു when it comes to the paper AAA നമുക്ക് 50 മാർക്സ് വരുന്നത് റിസ്കിനെ ബേസ് ചെയ്ത് ഓഡിറ്റ് റിസ്ക്കും ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിസ്ക് ചോദിക്കുമ്പോൾ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും നമ്മൾ കൊടുക്കണം. ബട്ട് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും മാത്രം പറഞ്ഞാൽ മതി. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ റിസ്ക് വിത്ത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയണം എന്നാണ് പറഞ്ഞത്? മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്, വാട്ട് വിൽ ഗോ റോങ്, ഇമ്പാക്ട്. അവിടെ വാട്ട് വിൽ ഗോ റോങ് പറയുമ്പോൾ എപ്പോഴും എന്തിനു മേലെ ഫോക്കസ് ചെയ്യുക? സിനാരിയോയും അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റും കൂടെ പറയാൻ ഫോക്കസ് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞു മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് ഓർ അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്യണം. ലോവർ വേണോ അപ്പർ വേണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ന്യൂ ക്ലയന്റ് ആണോ, ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണോ, മാനേജ്മെന്റ് ബയസ്ഡ് ആവാൻ ചാൻസ് ഉണ്ടോ, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടോ, ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഉണ്ടോ, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ആൻഡ് ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു ഐഡന്റിഫൈ ചെയ്യണം, റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണെന്നുള്ള കാര്യം പറയണം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇൻ കേസ് എങ്ങാനും ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണെങ്കിൽ എപ്പോഴും ലോവർ ലിമിറ്റ് തന്നെ ചൂസ് ചെയ്യുക. ഇനി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യണം. അവിടെ ഞാൻ പറഞ്ഞ അപ്രോച്ച് തന്നെ മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കുക. ആദ്യം സിനാരിയോ വായിക്കുമ്പോൾ തന്നെ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നതും അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് P&L SOFPയിൽ വരേണ്ട കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം റേഷ്യോസ് കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് അവിടെ ഏതൊക്കെയാണോ നമ്മുടെ കറണ്ട് ഇയറും പ്രയർ ഇയറും ആയിട്ട് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ P&L ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ളത് അത് ചെയ്യുക. P&L ഓരോരോ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്രോപ്രിയറ്റ്ലി അനലൈസ് ചെയ്യുക. Is it clear, everyone? Pakka? Yes, sir. Perfect. So the next one which we're going to start with is the area of business risk. So audit risk നമ്മൾ പറഞ്ഞു എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Plus that നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ള ഏരിയ ആണ് ബിസിനസ് റിസ്കിന്റെ ഏരിയ. So basically when it comes to the area of business risk അവിടെ നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് റിസ്കിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കറിയാം there are no specific accounting treatments here. പ്യൂർലി ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ മാത്രം എഴുതുന്ന കുറെ കാര്യങ്ങളാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. സോ എന്താണ് ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ വെൽ വി നോ ദാറ്റ് എല്ലാ കമ്പനീസിനും ആ കമ്പനിയുടേതായ പല തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. സോ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ഒരു കമ്പനീനെ പ്രിവെന്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ വരുന്നത് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ആ കമ്പനീനെ മാറ്റി നിർത്തുന്ന കാര്യങ്ങളെയാണ് ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. സോ സിനാരിയോ വായിക്കുന്ന സമയത്ത് വാട്ട് എവർ ബി ദ ഫാക്ടേഴ്സ് വിച്ച് മൈറ്റ് ബി അഫക്റ്റിംഗ് ആൻ എൻറ്റിറ്റീസ് എബിലിറ്റി ടു അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ്
or in executing their strategies, you can identify them as business risk. അപ്പോൾ സിനാരിയോ വായിച്ച് ബിസിനസ് റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയിലുള്ള ബിസിനസ് റിസ്ക് എന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. സോ വെൽ വി നീഡ് ടു ഐഡന്റിഫൈ ദ ബിസിനസ് റിസ്ക്. രണ്ടാമതായിട്ട് എന്താ ചെയ്യേണ്ടത്, ആ ബിസിനസ് റിസ്ക് എന്താണോ അതെങ്ങനെയാണ് ബിസിനസ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ യു നീഡ് ടു എക്സ്പ്ലെയിൻ ദ ബിസിനസ് റിസ്ക്. ആൻഡ് നിങ്ങൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് യു നീഡ് ടു സ്പെസിഫൈ ദ ഇമ്പാക്ട്. ആ ബിസിനസ് റിസ്ക് കാരണം എന്ത് ഇമ്പാക്റ്റ് ആണ് വരുന്നത്, ആ ഇമ്പാക്ട് എന്താന്നുള്ള കാര്യം പറയണം. ബട്ട് ഇവിടെയാണ് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇമ്പാക്ട് പറയണം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഓഡിറ്റ് റിസ്കിന്റെ അകത്താണെങ്കിൽ നമ്മൾ ഇമ്പാക്ട് ഓൺ എഫ് എസ് ആയിരുന്നു പറയുന്നത്. അതേപോലെ തന്നെ ബിസിനസ് റിസ്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന് ഇമ്പാക്ട് ഓൺ എഫ് എസ് അല്ല പറയാ, എന്തായിരിക്കും കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിന്റെ മേലെ വരുന്ന ഇമ്പാക്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ റവന്യൂവിനെ ഇത് എങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഗോയിങ് കൺസേണിനെ ഇതെങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇതെങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുന്നുണ്ടാവുക. റെപ്യൂട്ടേഷൻ പകരം നമുക്ക് ഓൾട്ടർനേറ്റ് ടേംസ് യൂസ് ചെയ്യാം കേട്ടോ. റെപ്യൂട്ടേഷൻ എന്നോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിം എന്നോ അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഗുഡ് വിൽ എന്നോ, ഇങ്ങനെ എന്തിനെയാണോ അഫക്ട് ചെയ്യുന്നത് അതേക്കുറിച്ചിട്ട് പറയാം. ഇനി എബോവ് ഓൾ ഓഫ് ദിസ് നിങ്ങൾ പറയേണ്ടത് നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോസിൻ്റെ അകത്ത് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്തായിരിക്കും. ഇങ്ങനെയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് ബിസിനസ് റിസ്ക്. അപ്പം എന്താണോ ആ സിനാരിയോയിലുള്ള ബിസിനസ് റിസ്ക് അത് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യുക. എങ്ങനെയാണ് ബിസിനസ് റിസ്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കാരണം എന്ത് ഇമ്പാക്റ്റ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം പറയുക. ഇമ്പാക്റ്റ് പറയുന്ന സമയത്ത് പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിന്റെ മേലെയുള്ള ഇമ്പാക്റ്റ്, റവന്യൂവിന്റെ മേലെയുള്ള ഇമ്പാക്റ്റ്, ഗോയിങ് കൺസേണിന്റെ മേലെയുള്ള ഇമ്പാക്റ്റ്, അതുമല്ലാന്നുണ്ടെങ്കിൽ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം, ഗുഡ് വിൽ, ക്യാഷ് ഫ്ലോസ്, ഇങ്ങനെ എന്തിന്റെ മേലെയാണ് ഇമ്പാക്ട് വരുന്നത് ആ ഇമ്പാക്റ്റിനെ കുറിച്ച് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഡു ഇൻ കേസ് ഓഫ് ബിസിനസ് റിസ്ക്. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫയൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു റിലേറ്റിംഗ് ടു ദ ബിസിനസ് റിസ്ക് ഇറ്റ്സെൽഫ്. സോ ദിസ് ഈസ് വാട്ട് വി ലേൺഡ് ഇൻ റിലേഷൻ ടു ദ ബിസിനസ് റിസ്ക്. അപ്പൊ നമ്മളോട് സിനാരിയോയ്ക്കകത്ത് പല രീതിയിൽ പറയുന്നുണ്ടാവും. ഒരു കമ്പനിക്ക് പലതരത്തിലുള്ള ബിസിനസ് റിസ്ക് ഉണ്ടെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടാവും ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് നമ്മുടെ കമ്പനിക്കുണ്ട്, നമ്മുടെ കമ്പനി ഒരു സിംഗിൾ സപ്ലൈന്റെ ബേസിസിൽ മാത്രം റിലേ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ട്, നമ്മുടെ കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്യണം നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷൻസ്, നമ്മുടെ കമ്പനി ഫ്യൂ കസ്റ്റമേഴ്സിന് മേലെ മാത്രം റിലേ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ലൈസൻസ് അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനും സിനാരിയോയിൽ പറയുമ്പോൾ അവിടെ വരുന്ന ബിസിനസ് റിസ്ക് എന്തൊക്കെ ആയിരിക്കും എന്നാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. സോ ഈ ഫയൽ പ്രോപ്പർലി വായിച്ചു നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. നമ്മൾ കുറേ ദിവസങ്ങളെടുത്താണ് ബിസിനസ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത്. സോ ഓരോ കേസിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസിലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളോട് സിനാരിയോയിൽ പറയണം നമ്മുടെ കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്റർനാഷണൽ ഓപ്പറേഷന്റെ കേസിൽ എന്തൊക്കെയാണ് റിസ്ക് വരിക. ഓക്കെ, നമ്മുടെ കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെൽ വി നീഡ് ടു ഫോളോ ഓർ കംപ്ലൈ വിത്ത് ദ ലോസ് ആൻഡ് റെഗുലേഷൻ റിലേറ്റിംഗ് ടു ദ ഹോം ജൂറിസ്ഡിക്ഷൻ ആസ് വെൽ ആസ് ദ ലോ ആൻഡ് റെഗുലേഷൻ റിലേറ്റിംഗ് ടു ദ ഓവർസീസ് കൺട്രി. സോ നമ്മുടെ കമ്പനി ഈ ലോ ആൻഡ് റെഗുലേഷൻസ് കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? there will be significant amount of penalty and fine for the company. അപ്പോൾ അതൊരു ബിസിനസ് റിസ്ക് ആണ്. രണ്ടാമത് നമുക്ക് പറയാം ഒരു കമ്പനി മൾട്ടിപ്പിൾ കൺട്രിയിൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവും ഈ പല കൺട്രീസിലും. സോ അത് നമ്മൾ പ്രോപ്പർലി അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും ബഡ്ജറ്റ് ചെയ്യും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? there can be chances of having significant business risk for the company. Same as that നമ്മളോട് പറയാണ് കമ്പനിക്ക് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം the company might be involved in foreign currency transactions. So adequate ആയിട്ടുള്ള ഹെഡ്ജിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സോ കമ്പനി യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനിയുടെ പ്രോഫിറ്റും റവന്യൂവും എല്ലാം വോളാറ്റൈൽ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ പറയുന്നതാണ് ബിസിനസ് റിസ്ക്. സോ ഒരു ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഉണ്ട് എന്നുള്ള പോയിന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ 3 റിസ്ക് എഴുതാം. അതായത് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി, കംപ്ലൈൻസ് വിത്ത് ലോ ആൻഡ് റെഗുലേഷൻ, ഫോറിൻ കറൻസി ഇഷ്യൂസ്. സെയിം as that നമ്മളോട് പറയാണ് നമ്മുടെ കമ്പനി ഒരു സിംഗിൾ സപ്ലയറിനെ മാത്രം റിലേ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ when a company is relying on a single supplier, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? ഒരു സിംഗിൾ സപ്ലയറിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്ന മെയിൻ റിസ്ക് ആയിരിക്കും
ഒരു സിംഗിൾ സപ്ലയർ മാത്രം റിലേ ചെയ്യുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എനി ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ഓർ ഇഫ് ഡ്യൂ ടു എനി അതർ അൺസർട്ടനിറ്റി ഓൺ ടൈം നമുക്ക് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ദർ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഈ സിംഗിൾ സപ്ലയറെ മാത്രം റിലേ ചെയ്ത് വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് ഓൺ ടൈം നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് അപ്രോപ്രിയറ്റ്ലി ഓൺ ടൈം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രൊഡക്ഷൻ ഹോൾട്ടഡ് ആവും, സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവും, കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. സോ ഇതായിരിക്കും അവിടെ നമ്മൾ പറയുന്ന ബിസിനസ് റിസ്ക്. അതുപോലെ തന്നെ നമ്മളോട് പറയുന്ന റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുക? നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുതിയ റൂൾ വരികയാണ്. ലോ ആൻഡ് റെഗുലേഷൻ നമ്മൾ കംപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ റിസ്ക് വരും. ബിക്കോസ് വി മൈറ്റ് നീഡ് ടു സ്പെൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഓൺ ദ കമ്പനീസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ്. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മേലെ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനി മൈറ്റ് ഫേസ് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻ കേസ് ഇഫ് ദി കമ്പനി ഹാവ് നോട്ട് കംപ്ലൈഡ് വിത്ത് ദിസ് ലോ ആൻഡ് റെഗുലേഷൻ, അവിടെ ഉണ്ടാകുന്ന പോസിബിലിറ്റി എന്തായിരിക്കും? അവിടെ കമ്പനിക്ക് സിഗ്നിഫിക്കൻറ്റ് പെനാൽറ്റി ആൻഡ് ഫൈൻ വരും ആൻഡ് റെപ്യൂട്ടേഷണൽ ഡാമേജസ് വരും. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ ബിസിനസ് റിസ്കുകൾ ഓരോന്നും പറയുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് കൺസിഡർ ഫ്രം ദ കമ്പനീസ് പെർസ്പെക്റ്റീവ്. ഇവിടെ നിങ്ങളൊരു ഓഡിറ്റർ എന്നുള്ള പെർസ്പെക്റ്റീവിലല്ല ചിന്തിക്കേണ്ടത്, ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് എന്ന് വേണം ആലോചിച്ച് നോക്കാൻ. ഇവിടെ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയായിരുന്നു? നമ്മുടെ കമ്പനിയാണ്, സോ നമ്മുടെ കമ്പനിക്ക് ഈ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അതാണ് നമ്മൾ ബിസിനസ് റിസ്ക് ആയിട്ട് പറയുന്നത്. അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിന്റെ ബേസിസിലോ, റവന്യൂവിന്റെ ബേസിസിലോ, ഗോയിങ് കൺസേണിന്റെ ബേസിസിലോ, റെപ്യൂട്ടേഷന്റെ ബേസിസിലോ, ബ്രാൻഡ് നെയിമിന്റെ ബേസിസിലോ, ഗുഡ് വിൽ, ക്യാഷ് ഫ്ലോസ്, ഇങ്ങനെ ഓരോന്നിന്റെ ബേസിസിൽ എന്തായിരിക്കും ഇമ്പാക്ട് വരുന്നതെന്നായിരിക്കും നമ്മൾ ആ ബിസിനസ് റിസ്കിന്റെ കേസിൽ പറയുന്നുണ്ടാവുക. ഇസ് എ ക്ലിയർ എവരിവൺ? ഇസ് എ ക്ലിയർ? ഓക്കെ. Yes, sir. അപ്പം ബിസിനസ് റിസ്കിന്റെ ഓരോന്നിന്റെ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യുക ബിസിനസ് റിസ്ക് എന്താണെന്നുള്ളത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക അതെങ്ങനെയാണ് ബിസിനസ് റിസ്ക് ആവുന്നതെന്ന്, ഇമ്പാക്ട് എഴുതുക. ഇമ്പാക്ട് എഴുതുമ്പം പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിന്റെ മേലുള്ള ഇമ്പാക്റ്റോ, റവന്യൂവിന്റെ മേലുള്ള ഇമ്പാക്റ്റോ, ഗോയിങ് കൺസേണിന്റെ മേലുള്ള ഇമ്പാക്റ്റോ, റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് നെയിം, ഗുഡ് വിൽ, ക്യാഷ് ഫ്ലോസ്, ഇതിനൊക്കെ മേലുള്ള ഇമ്പാക്റ്റോ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ, യാ. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കൺസിഡർ വൈൽ ഗിവിംഗ് ദ ആൻസേഴ്സ് ഫോർ ബിസിനസ് റിസ്ക്. അപ്പൊ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക, ഒന്നെങ്കിൽ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഓഡിറ്റ് റിസ്ക്, അല്ലെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക ബിസിനസ് റിസ്കിനെ ബേസ് ചെയ്തിട്ടാവാം. നോർമലി നമുക്ക് ബിസിനസ് റിസ്ക് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാറില്ല, നമുക്കൊരു കോമ്പിനേഷൻ സിനാരിയോ ആണ് വരാറ്. അതായത് നമുക്ക് നോർമലി എക്സാമിന് എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ വിൽ ബി ഗെറ്റിംഗ് എ മിക്സ് ഓഫ് സിനാരിയോ. അതായത് മിക്സ് ഓഫ് സിനാരിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓഡിറ്റ് റിസ്ക്കും അതുപോലെ തന്നെ ഓഡിറ്റ് റിസ്ക് മാത്രമായിരിക്കാൻ ചോദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റോടെ ആയിരിക്കും. അതുമല്ല നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുക റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആവാം, അല്ലെങ്കിൽ ഓഡിറ്റ് റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും ചോദിക്കുക. അപ്പൊ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് 50 മാർക്കിന്റെ ഒരു മേജർ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമുക്ക് വരുന്നൊരു സാധനമാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, വിച്ച് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ. സോ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയ എന്ന് എന്താണേലും നമുക്ക് എന്തുണ്ടാവും? ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ ഏരിയ എന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവിടെ പ്രോപ്പർലി ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. എന്തായിരിക്കും? യു ഹാവ് ടു ഹാവ് പ്രോപ്പർ നോളജ് അബൌട്ട് ഹൗ ടു ഗീവ് ആൻസേഴ്സ് ഫോർ ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അത് മാത്രമാണ് നമുക്കുള്ള ഓപ്ഷൻ. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു പ്രോപ്പർ പ്രൊസീജിയർ എഴുതുന്നുണ്ടാവണം. ഓക്കെ, എന്താണോ സിനാരിയോ റിക്വയർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ, ആ പ്രൊസീജിയർ എഴുതുക. നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണോ വേണ്ടതെന്നുള്ള പറയാം. പ്ലസ് നിങ്ങൾ ആ പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ പേർപ്പസ് എന്താണോ ആ പേർപ്പസ് എന്താണെന്നുള്ളതും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സോ വാട്ട് എവർ ബി ദ പ്രൊസീജിയർ റിക്വയർഡ്, പ്രൊസീജിയർ എന്താണോ വേണ്ടതെന്നുള്ള പറയാം. നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ എന്താണെന്നുള്ള പറയാം. നമുക്ക് വേണ്ട ശരിക്കുള്ള പേർപ്പസ് ഓഫ് പ്രൊസീജിയർ എന്താണോ അതും നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടാവണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ട്സ് വെച്ച് പഠിപ്പിച്ചു തന്നിരുന്നു. നോട്ട്സ് അല്ല, നമ്മുടെ തന്നെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു സാധനം വെച്ച് പഠിപ്പിച്ചു തന്നിരുന്നു അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, when you get a question on the area of audit procedures, ഈ നോട്ട്സ് വെച്ച് നമുക്ക് എഴുതാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങൾ എക്സാമിനർ നിങ്ങളോട് ചോദിക്കുകയാണ് കമ്പനിക്ക് ഒരു റിഡൻഡൻസി പ്രൊവിഷൻ ഉണ്ട്, ആ റിഡൻഡൻസി പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറഞ്ഞു. അപ്പൊ റിഡൻഡൻസി പ്രൊവിഷൻ നിങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, കമ്പനി ഒരു 1,10,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 1,10,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോ ഒരു കമ്പനി റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1,10,000 ആണ്. അങ്ങനെയാണ് അവിടെ നമുക്ക് എന്തൊക്കെ കൺഫേം ചെയ്യേണ്ടത്? നമുക്കറിയണം കമ്പനിക്ക് ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ. കമ്പനിക്ക് ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ റിഡൻഡൻസി പ്രൊവിഷൻ എപ്പോഴാ വേണ്ടി വരിക?
കമ്പനി റിഡൻഡൻസിനെ കുറിച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടാവണം, ശരിയല്ലേ? അപ്പോഴാണ് നമുക്കൊരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്കറിയണം അവിടെ ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ. ദെൻ നമുക്കറിയണം കമ്പനി എന്ത് അസംഷന്റെ ബേസിസിലാണ് ഈ 1,10,000 ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കമ്പനി അതുപോലെ തന്നെ ഈ 1,10,000 ക്രിയേറ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് അപ്രോപ്രിയേറ്റ് ആണോ, ആക്യുറേറ്റ് ആണോ നമുക്കറിയണം. അതുപോലെ തന്നെ റിഡൻഡൻസി റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെ കൊടുക്കാനുണ്ടോ അത് ഓരോന്നും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയണം. സോ മെയിൻലി നമുക്ക് ഈ 4 അല്ലെങ്കിൽ 5 കാര്യങ്ങളാണ് അറിയേണ്ടത്. അതായത് ഇത് നമുക്ക് ശരിക്കും അവിടെ ഒരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്ന് അറിയണം, ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയണം, റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നതിന്റെ അസംഷൻസ് എന്താണെന്ന് അറിയണം, പ്രൊവിഷന്റെ ആ പർട്ടിക്കുലർ എമൗണ്ട് ആക്യുറേറ്റ് ആണോ എന്ന് അറിയണം, അതുപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത്രയാണ് നമുക്ക് കൺഫേം ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് അവർ പേർപ്പസ്. അപ്പം ഇത് ഓരോന്നും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സാമിന് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ നോക്കുക, ഈ ഒരു സിനാരിയോയിൽ എനിക്ക് എന്തൊക്കെയാണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഫിനാൻസ് ഡയറക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് എന്താണുള്ളത്. ഇവിടെ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് എന്തിനെ പറ്റിയിട്ടാണ് എനിക്ക് റിട്ടൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുക, എഴുതി വാങ്ങാൻ പറ്റുക എന്ന് നോക്കുക. ഇവിടെ ആരാണ് ഒരു തേർഡ് പാർട്ടി, ആരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ കിട്ടാനുള്ളത് നോക്കുക. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിനാണ് കറസ്പോണ്ടൻസ് നമ്മൾ പറയാ. സോ ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് നമുക്ക് നോക്കാൻ പറ്റുക. ലോജിക്കലി ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെന്റോട് ഡിസ്കസ് ചെയ്യാം. എന്താ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് റാഷണലിന്റെ ബേസിസിലാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ചോദിച്ചൂടെ നമുക്ക്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അത് റീസണബിൾ ആണോ എന്ന് അറിയാം. അപ്പൊ അതൊരു പ്രൊസീജിയർ ആണ്. നമ്മൾ എന്തായിരിക്കും പറയാം, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് about the rationale on the basis of which they have determined the amount of provision in order to consider whether it is reasonable. അപ്പോൾ പ്രിഫറബിളി അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, കമ്പനിയുടെ പേരും ഫിഗറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് അലൻ കമ്പനി about the rationale on the basis of which they have determined the amount of redundancy provision of 110,000 in order to confirm whether it is reasonable. ഇനി നമുക്കറിയണം മാനേജ്മെന്റ് ഈ റിഡൻഡൻസിനെ കുറിച്ച് എംപ്ലോയീസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തിനു വേണ്ടിയിട്ടാ, പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്ന് അറിയാൻ. നമുക്ക് എന്ത് ചെയ്യാം, obtain written representation from the management about whether they have communicated about the redundancy to the employees in order to confirm whether there is a present obligation for the Allen company. ഇനി നമുക്കറിയണം അവിടെ ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമോ, എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുക, ലോയറിനോട് ചോദിക്കാം. സോ obtain external confirmation from the company lawyer about the redundancy in order to confirm whether there will be a probable future cash outflow for Allen company. ഇനി ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് നമുക്ക് നോക്കുകയാണ്. നമുക്ക് ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നോക്കിയാലായിരിക്കും റിഡൻഡൻസിനെ കുറിച്ച് അറിയാൻ പറ്റുക, കമ്പനിയും എംപ്ലോയീസും തമ്മിലുള്ള നോക്കിയാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാം, റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ അലൻ കമ്പനി ആൻഡ് ദ എംപ്ലോയീസ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ കമ്പനി ഹാവ് ഇൻഫോംഡ് അബൌട്ട് ദ റിഡൻഡൻസി ടു ദ കമ്പനി എംപ്ലോയീസ്. ഇനി എവിടെയൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ പ്രൊവിഷന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, റീകാൽക്കുലേറ്റ് ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇൻ ഓർഡർ ടു കൺഫേം വെദർ ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ്. അപ്പോൾ റിഡൻഡൻസി പ്രൊവിഷന്റെ എമൗണ്ട് മാത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം, റീപെർഫോം ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം. കറണ്ട് ഇയർ ബാലൻസ് പ്രീവിയസ് ഇയർ ആയിട്ടോ കറണ്ട് ഇയറിലെ ബാലൻസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടോ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കാം, അൺയൂഷ്വൽ ആയിട്ടുള്ള വേരിയേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ. നമ്മൾ ഇതായിരിക്കും പറയാം, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് കറണ്ട് ഇയർ പ്രൊവിഷൻ വിത്ത് ദ പ്രീവിയസ് ഇയർ ഓർ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദർ ഈസ് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ്. പക്ഷെ ഇവിടെ പ്രൊവിഷന്റെ എമൗണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റുമോ, ഈ കേസിൽ ഇല്ല. റിഡൻഡൻസി ആയതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയറിൽ അത് കാണണം നിർബന്ധമില്ല. അപ്പൊ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 110,000 with that of the competitor in order to confirm whether there is a significant variance and discuss with the management for the same. ഇനി നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് P&L ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും ഈ എക്സ്പെൻസ് എവിടെയാണ് വരേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്താ ആ എക്സ്പെൻസിന്റെ ആ ഹെഡിന്റെ ബ്രേക്ക് ഡൗൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ. അത് നമുക്കറിയാം, ഇപ്പോൾ റിഡൻഡൻസി പ്രൊവിഷൻ ആണെങ്കിൽ കമ്പനിയുടെ ഇപ്പം വേറെ ഹെഡ് ഒന്നുമില്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറയുന്ന ഒരു സിംഗിൾ ഹെഡ് മാത്രമേ P&L തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, obtain the breakdown of operating expense in order to confirm that expenses in relation to the redundancy has been included in the statement of P&L. ചോദിക്കാം, ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് കാര്യം ഡിസ്കസ് ചെയ്താലും അത് എവിടെ ഉണ്ടാവും, ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് പറയാൻ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ബോർഡ് മിനിറ്റ്സ് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് പറയാം,
review the board minutes in order to confirm whether the management have communicated about the redundancy to the company employees. അതേപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് ഏതെങ്കിലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് മാച്ച് ചെയ്യാം. ഫൈനലി വി ക്യാൻ റിവ്യൂ ദ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് in order to confirm whether the disclosures in relation to the redundancy provision are complete and accurate. അല്ലെങ്കിൽ are in accordance with IAS 37 ആണ് 37 പറയാ. Clear ആയോ? Is that clear everyone? Yes, sir. Okay. അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മളപ്പം സിനാരിയോട് അങ്ങോട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് പറയാം, റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറയാം, എക്സ്റ്റേണൽ കൺഫർമേഷൻ നോക്കാൻ പറയാം, കറസ്പോണ്ടൻസ് നോക്കാം, റീകാൽക്കുലേറ്റ് ചെയ്യാം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാം, ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ് എടുക്കാം, ബോർഡ് മിനിറ്റ്സ് നമുക്ക് റിവ്യൂ ചെയ്യാം, ട്രാൻസാക്ഷൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് എഗ്രി ചെയ്യാം, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാം. അഗെയിൻ ഫൈനലി വൺ മോർ ടൈം, സിനാരിയോട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്? ആ ഒരു സിനാരിയോ നമുക്ക് എന്തൊക്കെയായിരിക്കും? മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുക, റിട്ടേൺ റെപ്രസെന്റേഷൻ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് കിട്ടും, എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, കറസ്പോണ്ടൻസ് എന്തൊക്കെയായിരിക്കും റിവ്യൂ ചെയ്യാൻ ഉണ്ടാവുക, അല്ലെങ്കിൽ എനിക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും ചെയ്യാനുള്ളത് നോക്കുക, എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ ഏതൊക്കെ എടുക്കാനുള്ളത് നോക്കുക, ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാൻ പറയാം, ട്രാൻസാക്ഷൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് എഗ്രി ചെയ്യാൻ പറയാം, നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയാം. ക്ലിയർ അല്ലേ മക്കളെ? Okay. So whenever you give the audit procedures, make sure that you are clearly specifying the purpose for the procedure. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് പറയുന്നുണ്ടാവണം? ആ പ്രൊസീജിയർ ചെയ്തതിന്റെ പേർപ്പസ് എന്താണോ ആ പർപ്പസും കൂടി പ്രോപ്പർലി കൊടുക്കുന്നുണ്ടാവണം. അത് കൊടുക്കാനായിട്ട് വിട്ടു പോകരുത്. എപ്പോഴും പ്രൊസീജിയർ എന്താണ് വേണ്ടതെന്നുള്ള പറയാ, ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ പറയാ, പേർപ്പസ് പറയാ. യെസ് പ്ലീസ്. ഒറ്റ പേർപ്പസിന് വേണ്ടിട്ട് 2 പ്രൊസീജിയേഴ്സ് എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഒറ്റ പേർപ്പസിന് വേണ്ടിയിട്ട് 2 പ്രൊസീജിയർ ചെയ്യാം. പക്ഷെ പ്രൊസീജിയറും അവിടെ യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ ഡിഫറെന്റ് ആയിരിക്കണം. ഓക്കെ. ആൻഡ് സ്പെസിഫിക്കലി നമ്മളോട് ചിലപ്പോൾ ഒറ്റ പർപ്പസ് തന്നെ ആയിരിക്കും ചോദിച്ചേക്കുന്നത്. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മളോട് ചോദിക്കും വാല്യുവേഷൻ ഓഫ് ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്, അതിന്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ അവിടെ എല്ലായിടത്തും പേർപ്പസ് വാല്യൂ ഓഫ് ആ പർട്ടിക്കുലർ അസറ്റ് കൺഫേം ചെയ്യാന്നുള്ളത് തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറും ഡോക്യുമെന്റൽ ഇൻഫർമേഷനും ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മളോട് അവിടെ അടുത്തതായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഏരിയ ആയിരുന്നു എന്ത്? അഡീഷണൽ ഇൻഫർമേഷൻ അല്ലേ? They have asked us for additional information. So മക്കളെ അവിടെ you have to specifically consider one thing. Additional information and audit procedures are entirely different. കണ്ടോ? അത് രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, രണ്ടും ഡിഫറെന്റ് ആണ്. So I will give one more keyword for that. Additional information for audit risk. Keep it in mind like that. Additional information for audit risk എന്ന് ഓർത്ത് വെച്ചോ. അപ്പൊ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷൻ ഫോർ ഓഡിറ്റ് റിസ്ക്. അവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക 2 കാര്യമായിരിക്കും. അതായത് യു ഹാവ് ടു ഗീവ് വാട്ട് എവർ ബി ദ ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ് ദാറ്റ് യു റിക്വയർ. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്താണെന്നുള്ള പറയാം. ആൻഡ് വാട്ട്സ് എ പേർപ്പസ് ഫോർ ദാറ്റ്. പേർപ്പസ് എന്താണെന്നുള്ളതും സ്പെസിഫൈ ചെയ്യുക. അതാണ് അഡീഷണൽ ഇൻഫർമേഷൻ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഇങ്ങനെയാണ്: ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് റിസ്ക് യു ഐഡന്റിഫൈഡ്, വാട്ട് ഓൾ ആർ ദ അഡീഷണൽ ഇൻഫർമേഷൻ ദാറ്റ് നീഡ് ടു ബി റിക്വയർഡ് ടു ബി ഒബ്റ്റൈൻഡ് ബൈ ദ ഓഡിറ്റർ. നിങ്ങൾ കണ്ടുപിടിച്ച ഓഡിറ്റ് റിസ്ക് എന്താണോ ആ ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് ചോദിക്കുക. അപ്പൊ അതിനും ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ട്സ് ഷെയർ ചെയ്തിരുന്നു, വിച്ച് ഈസ് ആക്ച്വലി ജസ്റ്റ് എ റെഫറൻസ് ഓർ സാമ്പിൾ ഓർ എക്സാമ്പിൾ ഫയൽ. അതായത് നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ്, ഓഡിറ്റ് റിസ്ക് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ക്ലയന്റ് ന്യൂ ക്ലയന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂ ക്ലയന്റ് ആണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ റിസ്ക് പറയും ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ന്യൂ ക്ലയന്റ് ആകുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നായിരിക്കും റിസ്ക് പറയുക. അപ്പൊ ന്യൂ ക്ലയന്റ് ആകുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കോപ്പി ഓഫ് വർക്കിംഗ് പേപ്പർ ആയിരിക്കും ഫ്രം ദ പ്രീവിയസ് ഇയർ ഓഡിറ്റ്. അതാണ് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു പെർഫോം ടെസ്റ്റിംഗ് ഓൺ ഓപ്പണിംഗ് ബാലൻസ്. നിങ്ങൾ പറഞ്ഞു കമ്പനിയുടെ IFRS 15 റവന്യൂ റെക്കഗ്നീഷൻ കറക്റ്റ് ആയിട്ടല്ല കമ്പനി ചെയ്യുന്നതെന്ന്. അപ്പൊ അവിടെ ആ റിസ്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് എന്തായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടത്? കമ്പനിയുടെ റവന്യൂ റെക്കഗ്നീഷൻ പോളിസി ആയിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? സെയിൽസ് അപ്രോപ്രിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾ പറയാണ് ഒരു പർട്ടിക്കുലർ ആർക്കാ ഇപ്പൊ പറയാ
ഫിനാൻസ് ഡയറക്ടറിന് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞേക്കുന്ന റിസ്ക്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ദി ഫിനാൻസ് ഡയറക്ടർ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു അസസ് ദെയർ കോമ്പീറ്റൻസ്. ഇനി നിങ്ങൾ പറയുന്നു കോസ്റ്റ് ഓഫ് സെയിൽസും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും മിസ്ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. അത് കറക്റ്റ് ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് എന്തായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടത്? ബ്രേക്ക് ഡൗൺ ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിരിക്കും. മിസ്ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ് ഉണ്ടോ എന്ന് അറിയാൻ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ അഡീഷണൽ ഇൻഫർമേഷൻ. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതായിരുന്നു. സോ ഇതുപോലെ നമുക്ക് എന്താണോ ഒരു പർട്ടിക്കുലർ റിസ്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഫർമേഷൻ അല്ലെ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്, അത് പ്ലസ് അതിന്റെ പർപ്പസ് ആണ് പറയേണ്ടത്. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റാൻഡംലി കൊണ്ടുപോയി ഏതെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ എഴുതി വെക്കരുത്, മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ കണ്ടുപിടിച്ച ഓഡിറ്റ് റിസ്ക് എന്താണോ, നിങ്ങൾ കണ്ടുപിടിച്ച ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻ ആയിരിക്കണം നിങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. Okay. Yeah. Finally, when it comes to the area of ethics, ethics is one of the core area in our syllabus. Well, we know that. And basically, when it comes to the area of ethics, നമുക്ക് അവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് എത്തിക്സിനകത്ത് ചോദിക്കുന്നത്. They will ask us for professional issues as well as they will ask us for ethics as well. So, professional issues എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം there are 5 fundamental ethical principles. ഏതൊക്കെയായിരുന്നു ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്? Integrity, objectivity, professional competence and due care, confidentiality and professional behavior. അല്ലേ? These were the 5 fundamental ethical principles. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഏതൊക്കെയാണ്? Integrity, objectivity, professional competence and due care, confidentiality, professional behavior. എന്താ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഇന്റഗ്രിറ്റി? Being honest and straightforward. നമ്മൾ എപ്പോഴും ഹോണസ്റ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്ന് പറയുന്നതിനാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുക. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല, നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് ജഡ്ജ്മെന്റ് ഒന്നും അഫക്റ്റഡ് ആവാൻ പാടില്ല. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വി ഷുഡ് ഓൾവേസ് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് അവർ നോളജ് ആൻഡ് നമ്മൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്ത് ആ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം മാത്രമേ സർവീസസ് ഡെലിവർ ചെയ്യാൻ പാടുള്ളൂ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ വെൻ യു ഗെറ്റ് എ ഇൻഫർമേഷൻ ഫ്രം ദ ക്ലയന്റ് കമ്പനി, നിങ്ങൾ ആ ഇൻഫർമേഷൻ ഒരു തേർഡ് പാർട്ടിയുടെയും അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ വാങ്ങിയത്, അതർ ദാൻ ദാറ്റ് മറ്റൊരു പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു എന്ത്? കോൺഫിഡൻഷ്യാലിറ്റി. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താ? എല്ലാ ലോ ആൻഡ് റെഗുലേഷനും നമ്മൾ കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. നമ്മുടെ പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ ബിഹേവിയർ. അപ്പോൾ ഇതായിരുന്നു 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ ബിഹേവിയർ. ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ക്ലിയർ ആണോ? Yes, sir. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ എത്തിക്കൽ ത്രെട്ടിന്റെ കൂട്ടത്തിൽ പ്രൊഫഷണൽ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക, സിനാരിയോയ്ക്കകത്ത് ഓഡിറ്ററായിട്ട് ഇന്റൻഷനലി എന്തെങ്കിലും ഫ്രോഡ് ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ടോ? അതായത് ഓഡിറ്ററായിട്ട് ഇന്റൻഷനലി എന്തെങ്കിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ പറയുന്നു, അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? ഇറ്റ്സ് അഗൈൻസ്റ്റ് ദ ഇന്റഗ്രിറ്റി. ത്രെഡ്സ് എല്ലാം ഇറ്റ് വിൽ ബി ഓൾവേസ് അഗൈൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി. നമ്മൾ ഇൻകറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ഓഡിറ്റ് ചെയ്യുക, അതൊക്കെ എന്തിനു അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരിക? പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ ആയിരിക്കും. കോൺഫിഡൻഷ്യാലിറ്റിയുടെ പിന്നെ നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലയന്റിന് ഇൻഫർമേഷൻ വേറെ ആർക്കെങ്കിലും കൊടുത്താലേ അത് വരുള്ളൂ. നമ്മൾ മറ്റൊരാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിൽ ചെയ്യുന്നു, ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അഗൈൻസ്റ്റ് ആയിരിക്കും വരിക? പ്രൊഫഷണൽ ബിഹേവിയറിന് അഗൈൻസ്റ്റ് ആയിരിക്കും അത്. ഇനി നമ്മൾ ത്രെഡ്സ് പഠിച്ചിരുന്നു, 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന് എഗൈൻസ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡ്. അതിലെ മെയിൻലി ഒബ്ജക്ടിവിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് വരുന്ന ത്രെഡ് ഏതൊക്കെയായിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് റിവ്യൂ, അഡ്വക്കസി, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ള എന്തിനായിരിക്കും? നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനായിരിക്കും റാദർ ദാൻ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. സോ പ്രൊഫഷണൽ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ പേഴ്സണൽ ഇൻട്രസ്റ്റിന് എവിടെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതെല്ലാം എന്തായിരിക്കും? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ടാണ്. സെൽഫ് റിവ്യൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഏതെങ്കിലും വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ത്രെട്ടാണ് സെൽഫ് റിവ്യൂ ത്രെട്ട്. അഡ്വക്കസി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലയന്റ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലയന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ത്രെട്ടാണ് അഡ്വക്കസി. 2 പേര് തമ്മിലുള്ള മിയർ പരിചയം കാരണം കൊണ്ട് മാത്രം വരുന്ന ത്രെട്ടാണ് ഫെമിലിയാരിറ്റി. ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മളെ അൺഡ്യൂലി ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലെങ്കിൽ കൊയേഷൻ നടത്തുക, അതായത് നമ്മളെ ഭീഷണിപ്പെടുത്തുക, ത്രെട്ടനിങ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അപ്രോപ്രിയറ്റ്ലി ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് അവർ തരാതിരിക്കുക, അതായത് ആക്സസ് ടു ഓൾ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ, നമുക്ക് കമ്പനിയുടെ എല്ലാ ആളുകളിലേക്കും അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് തരുന്നില്ല,
ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് കൺവേ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ത്രെട്ടാണ് ഇന്റിമിഡേഷൻ ത്രെട്ട്. അപ്പൊ ഇതിന് 3 ത്രെട്ടാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. അതായത് ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഫെമിലിയാരിറ്റിയോ സെൽഫ് ഇൻട്രസ്റ്റോ ഇന്റിമിഡേഷനോ വരാം. പക്ഷെ അതിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മിയർ പരിചയം കാരണം കൊണ്ട് മാത്രം വരുന്നതാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഫെമിലിയാരിറ്റി. പക്ഷെ അവിടെ ഓഡിറ്ററിന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റും കൂടി ഓഡിറ്റർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ സെൽഫ് ഇൻട്രസ്റ്റ്. ആൻഡ് ഓഡിറ്റർ അവിടെ ഓഡിറ്ററിന്റെ ആ ഒരു പർട്ടിക്കുലർ ഓഡിറ്ററിന് മേലുള്ള ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് ഓഡിറ്ററിന് അൺഡ്യൂലി എന്തെങ്കിലും ചെയ്യിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഇന്റിമിഡേഷൻ. നമുക്ക് എക്സാക്ട്ലി ഈസിലി ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണമാണ് സെൽഫ് റിവ്യൂവും അഡ്വക്കസിയും. കാരണം നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ അഡ്വക്കസി വരുള്ളൂ. നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്താൽ മാത്രമേ സെൽഫ് റിവ്യൂവും വരുള്ളൂ. ഇനി മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് സിറ്റുവേഷനിലായിരുന്നു മാനേജ്മെന്റ് ത്രെട്ട് വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മെയിൻലി സെൽഫ് റിവ്യൂവിന്റെ സമയത്തും അഡ്വക്കസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ത്രെട്ടാണ് മാനേജ്മെന്റ് ത്രെട്ട്. ഒരു ഓഡിറ്റർ ക്ലയന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ എന്ത് വരിക, മാനേജ്മെന്റ് ത്രെട്ട് മെയിൻലി വരിക. സോ ഓഡിറ്റർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ക്ലയന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ എത്തിക്കൽ ത്രെട്ട്. അതാണ് മാനേജ്മെന്റ് ത്രെട്ട്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ത്രെട്ടിന് ഓരോന്നും സേഫ് ഗാർഡ്സ് എടുക്കണം. ആൻഡ് ഫൈനലി നമ്മൾ മെയിൻ ത്രെട്ട് പറഞ്ഞതാണ് വെൻ വി ഓഡിറ്റ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ്. അതായത് ഒരു കോമ്പീറ്റന്റ് മാർക്കറ്റിലുള്ള മെയിൻ 2 കോമ്പറ്റീറ്റേഴ്സിനെ ഓഡിറ്റ് ചെയ്യാണ്. ആപ്പിളിനെയും സാംസങ്ങിനെയും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ പരസ്പരം ട്രേഡ് ചെയ്യുന്ന 2 കമ്പനീസിനെ ഓഡിറ്റ് ചെയ്യാണ്, ലൈക്ക് സാംസങ് ആൻഡ് ഇന്റൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കമ്പനീസിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി വരും. അവിടെ നമ്മളോട് മെയിൻലി ചോദിക്കുക നമ്മൾ എന്തൊക്കെയാണ് സേഫ് ഗാർഡ്സ് എടുക്കേണ്ടതെന്നായിരിക്കും. അപ്പൊ ഈ ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അവോയ്ഡ് ചെയ്യാൻ നമ്മൾ പ്രൈമറി ആയിട്ട് എടുക്കേണ്ട സേഫ് ഗാർഡ് ആണ് വി ക്യാൻ ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം ബോത്ത് ദ ക്ലയന്റ്. 2 ക്ലയന്റിന്റെയും കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രൈമറി സേഫ് ഗാർഡ്. സെക്കൻഡറി ആയിട്ട് നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യണം. There should be procedures to prevent access to information. Confidentiality agreement സൈൻ ചെയ്യുക. റെഗുലർലി ഈ സേഫ് ഗാർഡ്സ് നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസ് കൊടുക്കണം. ഇൻ കേസ് അങ്ങനെ ഏതെങ്കിലും സേഫ് ഗാർഡ്സ് അവർ അപ്ലൈ ചെയ്യാൻ വില്ലിംഗ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എൻഗേജ്മെന്റിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക. ഇതായിരുന്നു നമ്മൾ എത്തിക്കൽ ത്രെട്ട് ആൻഡ് സേഫ് ഗാർഡ്സ് ആയിട്ട് പറഞ്ഞിരുന്നത്. എത്തിക്സ് ഈസ് വൺ ഓഫ് ദി കോർ ഏരിയ. അപ്പൊ എത്തിക്സിന്റെ ആൻസേഴ്സ് എപ്പോഴും എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സ്പെസിഫിക്കലി പറഞ്ഞിരുന്നതാണ്. വെനെവർ യു ഗീവ് ആൻസേഴ്സ് ഫോർ ദ എത്തിക്സിന്റെ ആൻസേഴ്സ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം വാട്ട് എവർ ബി ദ എത്തിക്കൽ ത്രെട്ട് ദാറ്റ് യു ഹാവ് ഐഡന്റിഫൈഡ് ഇൻ ദ സിനാരിയോ, ആ എത്തിക്കൽ ത്രെട്ട് എന്താണോ ആ സിനാരിയോക്കകത്ത് നിന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യുക. അതായത് സിനാരിയോക്കകത്ത് പറഞ്ഞേക്കുന്ന ഫാക്ട് എന്താണോ ആ ഫാക്ട് എന്താണെന്നുള്ള കാര്യം പറയുക. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ത്രെട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് എക്സ്പ്ലെയിൻ ദ ത്രെട്ട്. ഏത് ത്രെട്ടാണോ ചോദിച്ചേക്കുന്നത് ആ ത്രെട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി മൂന്നാമതായിട്ട് എഴുതേണ്ട കാര്യം എപ്പോഴും എവിടെയൊക്കെ ത്രെട്ട് എഴുതുന്നുണ്ടോ അവിടെയൊക്കെ ത്രെട്ടിന്റെ കൂട്ടത്തിൽ സേഫ് ഗാർഡ്സും ഉണ്ടാവണം. സോ എത്തിക്കൽ ത്രെട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ആദ്യമേ സിനാരിക്കത്തുള്ള ഫാക്ട് എന്താണോ ആ ഫാക്ട് എന്താണെന്നുള്ള പറയാ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം ത്രെട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ത്രെട്ടിന്റെ സിഗ്നിഫിക്കൻസ് എന്താണോ ആ സിഗ്നിഫിക്കൻസും കൂടി പറയാം. ത്രെട്ടിന്റെ സിഗ്നിഫിക്കൻസ് പറയാം. അത് കാരണം കൊണ്ട് വരുന്ന സേഫ് ഗാർഡ് എന്താണോ ആ സേഫ് ഗാർഡും എന്താന്നുള്ള കാര്യം പറയാം. അപ്പം നിങ്ങൾ എന്തൊക്കെ പറയണം, ഐഡന്റിഫൈ ചെയ്യുക ത്രെട്ട്, ഫാക്ട് എന്താണെന്നുള്ള എഴുതുക, ത്രെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, സേഫ് ഗാർഡ് പറയുക. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട് എത്തിക്കൽ ത്രെഡ്സ് ആൻഡ് സേഫ് ഗാർഡ്സിന്റെ. ഇതിൻ്റെ നമ്മൾ ഓരോ എത്തിക്കൽ ത്രെട്ടും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റാലിക്സിൽ നമ്മൾ അതിന്റെ സേഫ് ഗാർഡ് എന്താണോ വേണ്ടത് ആ സേഫ് ഗാർഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. So you can use these notes. So almost you will get an overall understanding about each of the ethical threat and related safeguard required in each of that case. അപ്പൊ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. സോ ലിറ്ററലി നമ്മളിപ്പം ക്വിക്ലി ഡിസ്കസ് ചെയ്ത് പോയത് മെയിൻലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയാസ് ഓഫ് 50 മാർക്സ് ആയിരുന്നു. റിസ്ക് നമ്മൾ പറഞ്ഞു, ഓഡിറ്റ് റിസ്ക്, ബിസിനസ് റിസ്ക്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞു, എത്തിക്സ് പറഞ്ഞു. സോ നമുക്കറിയാം we were having classes for almost more than 100 hours and ഇത്രയും അവേഴ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഹാഫ് ഓഫ് ദി ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്നെല്ലാം കൂടെ ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇൻ ലാസ്റ്റ് 1.5 hours നമ്മൾ ഡിസ്കസ് ചെയ്ത്. സോ we were quickly rushing through all the topics. I believe you were having an almost understanding relating to the
these areas before attending the session itself. But as part of this session, എന്തൊക്കെയാണ് appropriately present ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. And it doesn't mean that ഇത്രയല്ല നമുക്ക് മൊത്തത്തിലുള്ളത്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. So in the next session, we will be completely focusing on how to apply each of these formats directly into the scenario. അപ്പോൾ സിനാരിയോയിലേക്ക് എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. And this is what you need to consider while giving answers relating to the 50 marks area. Is it clear, everyone? Yes, sir. Yes, Okay. So അപ്പം നമുക്ക് as part of this session ഇത്രയും കാര്യങ്ങളാണ് റിവൈസ് ചെയ്യാനായിട്ടുള്ളത്. So എല്ലാവരും പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ട് വരിക. Please go through all the relevant notes which I have already shared with you. ഞാൻ പറഞ്ഞ പോലെ തന്നെ if you want to get access to any additional notes, you can just search directly in Google. You will be getting access to that as well. Okay. തേർഡ് പാർട്ടി സൈറ്റ്സിലുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വേറെ സൈറ്റും റെഫറൻസ് കാണിക്കും. സോ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം ദെയർ. ആൻഡ് ഗ്രൂപ്പിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. സോ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ട് വരിക. സോ വി ക്യാൻ അപ്രോപ്രിയറ്റ്ലി പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻ in the next day session. So thank you so much, everyone. Thank you.